ഉമ്മാക്ക് ശിഫയും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അബൂ മിശലിന് നാട്ടിൽ നിന്നുകൊണ്ടും നമ്മുടെ SGVക്ക് വേണ്ടി സജീവമായി പ്രവർത്തിക്കാനുള്ള തൗഫീഖും സാഹചര്യവും ഒക്കെ അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം അബൂ മിശൽ നാട്ടിലുള്ളത് കൊണ്ട് കുഞ്ഞു മിശാലിനെ കൊണ്ട് ഇടക്കൊക്കെ ഒരു പാട്ട് പാടിക്കും കൂടി വേണം എന്ന് നമുക്ക് എല്ലാവർക്കും കൂടി പറയാം. കാരണം ഇവിടെ അബൂ മിശൽ ഇങ്ങനെ കത്തിക്കയറുമ്പോഴേ നാട്ടിൽ കുഞ്ഞു മിശാലുണ്ട്, അവന് പാട്ട് പാടാൻ നല്ലോണ്ടിരിക്കും. അപ്പൊ അത് പാടിക്കല് ഉമ്മ മാനിഞ്ഞ് പുറത്താക്കാൻ കണ്ടെന്നുള്ള ആൾക്ക് പാടിക്കാതിരിക്കുകയാണ്. ഇനിയിപ്പോ ഉപ്പ അവിടെ ഉണ്ടാവുമ്പോ ഇനിയിപ്പോ ആ പേടിയില്ലല്ലോ. അപ്പോ ഇടക്കൊക്കെ കുഞ്ഞു മിശാലിനെ കൊണ്ടിട്ടൊരു പാട്ടും ഒക്കെ പാടിക്കുക, അബൂ മിശലും ഒക്കെ സജീവാകുക. എല്ലാ പ്രവർത്തകന്മാർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. അഹ്കാമുൽ മുഅ്മിന, ഇന്നലെ പറഞ്ഞ ചിലവുകൾ, ഭാര്യമാർക്ക് വേണ്ടി ചെലവ് കൊടുക്കൽ വുജൂബാണ് എന്ന് പറഞ്ഞു. എന്നാൽ അത് എങ്ങനെ കൊടുക്കണം, എത്ര കണ്ടു കൊടുക്കണം, കൊടുക്കാതെക്കേണ്ടത് എപ്പോഴാണ് എന്നൊക്കെ. യജിബു ത്വആമു, നമ്മൾ നേരത്തെ പറഞ്ഞ ഭക്ഷണം അഥവാ കഴിവുള്ളവർ 2 മുദ്ദ് വീതവും സാധുക്കൾ 1 മുദ്ദ് വീതവും ഇടത്തരക്കാർ 1.5 മുദ്ദ് വീതവും ഭക്ഷണം എന്ന് പറഞ്ഞു. വൽ ഉദുമു വൽ ലഹ്മു, ഭക്ഷണത്തിന് വേണ്ട കൂട്ടാനുകളും മാംസവും അതൊക്കെ കൊടുക്കൽ വുജൂബാകുന്നത് യൗമൻ ഫയൗമൻ, ദൈനംദിനം ഓരോ ദിവസത്തിനും അതാത് ദിവസങ്ങളിൽ വുജൂബാവുന്നു. അഥവാ ഇന്ന് സുബഹിയായി ഫജ്ർ ആയാൽ ഇന്നത്തെ ചെലവ് കൊടുക്കൽ വുജൂബാവും. നാളത്തെ ഇന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. നാളെ നേരം പുലർന്ന് സുബഹിയായാൽ അന്നത്തെ ചെലവ് കൊടുക്കണം. അപ്പൊ ഓരോ ദിവസം ദൈനംദിനം കൊടുക്കലേ വുജൂബുള്ളൂ, മുൻകൂട്ടി ഒന്നിച്ചു കൊടുത്തുകൂടാ എന്നില്ല. ഒരു ശരാശരി കണക്ക് കൂട്ടിയിട്ട് 1-ാം തീയതി തന്നെ ഒരു മാസത്തേത് ഒന്നിച്ചു കൊടുത്തു, കുഴപ്പമില്ല. ഇനി അതല്ല, ഇവനും അവളും തമ്മിൽ ഇത്തിഫാക്കായി എല്ലാ മാസവും ലാസ്റ്റ് ഒരു മാസത്തെ ചെലവിന് ഒന്നിച്ചു തരാം, രണ്ടാളും കൂടി അങ്ങനെ ഇത്തിഫാക്കായി ഏകോപിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ സ്വാഭാവികമായി ചെലവ് നിർബന്ധമാവുന്നത് ഓരോ ദിവസത്തിനും അന്നാന്ന് നിർബന്ധമാകാം. എന്നാൽ വൽ കിസ്വത്തു, വസ്ത്രങ്ങളോ, വസ്ത്രങ്ങൾ ഇപ്പൊ അന്നാന്ന് കൊടുക്കാൻ കഴിയില്ലല്ലോ. അത് ഫീ കുല്ലി 6 അശ്ഹുരിൻ, എല്ലാ 6 മാസത്തിലും ഒരിക്കലാണ്. 6 മാസത്തിൽ ഒരിക്കൽ വസ്ത്രങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണം. അത് ആദ്യം തന്നെ കൊല്ലാദ്യത്തിൽ 2 വീതാണ് കൊടുത്തു, ഒരു കൊല്ലത്തേക്കുള്ളത് ഒന്നിച്ച് എന്ന് ഇവൻ പറയുന്നു. ഓക്കത് സമ്മതമാണ്, ഓക്കെ മതി. അഥവാ ചുരുങ്ങിയത് 2 ജോഡി വസ്ത്രങ്ങളെല്ലാം വേണം. ഒരു ജോഡി ആദ്യത്തെ 6 മാസവും അടുത്ത 6 മാസം ഒരു ജോഡിയും, ഇങ്ങനെയാണ് നിർബന്ധം. അത് തികയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇതൊക്കെ ഇപ്പം കേസ് കൊടുത്താൽ കിട്ടുന്ന കഥയെ പറയുന്നത്. ഏറെ വേണമെങ്കിൽ അത് അവന്റെ കഴിവിനും സൗകര്യത്തിനും അനുസരിച്ച് ഏറെ ചെയ്താൽ നല്ലതാണ്. ഇത്രയും ആവശ്യം വരുന്നില്ല എങ്കിൽ അവള് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അങ്ങനെയാണ് അതിന്റെ കണക്ക്. അപ്പൊ അവള് ആങ്ങളാര് ഗൾഫുകാരാ, 4-5 ആങ്ങളാരുണ്ട്, എല്ലാരും വരുമ്പം പങ്ങൾക്ക് എന്തായാലും കാര്യമായിട്ട് കൊടുക്കൂ. അപ്പൊ ഓളടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്, പിന്നെപ്പെന്നാ ഞാൻ കൊടുക്കേണ്ടതില്ലല്ലോ, അത് പറ്റൂല. നിങ്ങൾ കൊടുക്കുന്ന വേണം. ഓള് വിറ്റോ ആർക്കെങ്കിലും സദക്ക കൊടുത്തോ, ഓളെ കാര്യം നോക്കിക്കോട്ടെ. നിങ്ങൾ കൊടുക്കണം കേസ് കൊടുത്താല്. അല്ല പൊരുത്തപ്പെട്ടാലോ പ്രശ്നമില്ല താനും. എന്നാൽ ആലാത്തുൽ ഖുഊദി, ഇരിക്കാൻ വേണ്ട ഉപകരണങ്ങള്, വൽ മനാമി, കിടക്കാൻ ഉറങ്ങാൻ ഉപയോഗിക്കേണ്ട ഉപകരണങ്ങള്, വൽ അഖിലി, ഭക്ഷിക്കാൻ വേണ്ട പാത്രങ്ങൾ തുടങ്ങിയ ഉപകരണങ്ങൾ, വശുർബി, കുടിക്കാൻ വേണ്ട കപ്പ് പോലെയുള്ള ഉപകരണങ്ങള്, വത്തബഹി, വേവിക്കാൻ വേണ്ട പാത്രങ്ങൾ പോലത്തത്, വത്തൻദീഫി, വൃത്തിയാക്കാൻ വേണ്ട സോപ്പ്, എണ്ണ, ചീപ്പ്, പല്ലുകുത്തി തുടങ്ങി പറഞ്ഞ കാര്യങ്ങള്,
അതൊക്കെ കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഫീ കുല്ലി വഖത്തിൻ ഉതീദ ഫീഹി തജ്ദീദ്, നാട്ടു നടപ്പനുസരിച്ച് അഥവാ ആദത്തനുസരിച്ച് ഇവയൊക്കെ പുതുക്കി കൊടുക്കൽ പതിവുള്ളതനുസരിച്ച് നമ്മളെ നാട്ടിൽ ഒരു കസാല വാങ്ങിക്കൊടുത്താൽ അത് കേടുന്നു പോകുന്നത് വരെ അക്കസാല തന്നെ മതി. ഒരു ബെഡ് വാങ്ങിക്കൊടുത്താൽ ആ ബെഡ് കേടുവരുന്നത് വരെ അത് തന്നെ മതി. നമ്മളെ നാട്ടിൽ അങ്ങനെ. അതേ സമയത്ത് ഇവിടെ അറബി നാട്ടിലോ എല്ലാ സാധനങ്ങളും കൊല്ലം റമളാൻ വന്നാവോ ഫുള്ള് മാറ്റിക്കൊള്ളണം. കട്ടിലും ബെഡും ബെഡ്ഷീറ്റും പുതപ്പും വീട്ടിലെ പാത്രങ്ങളും ഉപകരണങ്ങളും എല്ലാം മാറ്റണം. അങ്ങനെ ഓരോ കൊല്ലം മാറ്റണം. പുതിയതുപോലെ വെക്കുകയാണെങ്കിലും അതുകൊണ്ടാണ് ഒരു കണക്കിന് ഈ ചൈന സാധനങ്ങള് അറബി രാജ്യങ്ങളിൽ അടിച്ചു കയറാൻ കാരണം. വല്ല ജപ്പാന്റെയും ജർമ്മന്റെയും ഒക്കെ സാധനം വാങ്ങുന്നതിന്റെ 10% ഭാഗം വില കൊടുത്താൽ കിട്ടും. കാഴ്ചക്കാണെങ്കിലോ നല്ല ഭംഗിയുണ്ടാവും. എത്ര മുന്തിയ ജപ്പാന്റെ സാധനമാണെങ്കിലും ഒരു കൊല്ലം കഴിഞ്ഞാൽ പിന്നീട് അവരത് ഉപയോഗിക്കൂല, അത് മാറ്റും. അപ്പൊ പിന്നെ അറബികൾ മനസ്സിലാക്കി പിന്നെ ചെറിയ പൈസ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ചൈനന്റെ സാധനം കൊണ്ടു കൊടുത്താൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ അത് പിന്നെ മാറ്റണം, പിറ്റത്തെ കൊല്ലം പിന്നെയും മാറ്റണം. എന്നാ പിന്നെ കുറഞ്ഞ പൈസ മതിയല്ലോ. അങ്ങനെയാണ് ഇപ്പൊ ചൈനന്റെ മുന്നിൽ യഥാർത്ഥത്തിൽ ജപ്പാന് ജർമ്മൻ പോലെയുള്ള വൻകിട വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളും മുന്തിയ സാധനങ്ങളും ഉണ്ടാക്കുന്നവർ പരാജയപ്പെട്ട് ഇത്തരം വീട്ടുപകരണങ്ങൾ, അതുപോലെ തന്നെ പാത്രങ്ങൾ, സാധനങ്ങൾ തുടങ്ങിയതൊക്കെ. അപ്പൊ അതൊക്കെ ഓരോ നാട്ടിലെ നടപ്പാണ് അതിന്റെ അടിസ്ഥാനം. ആവശ്യം മാന്യമായി നിർവഹിക്കപ്പെടണം എന്നർത്ഥം. നമ്മളെ നാട്ടിൽ പക്ഷെ ഒരു വസ്തു ഇങ്ങനത്തെ ഈ ഉപകരണങ്ങളൊക്കെ കേടുവന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാതാവുമ്പോൾ മാത്രമേ മാറ്റുന്നുള്ളൂ, അല്ലാതെ അതിന് കാലാവധി നിശ്ചയിക്കുന്നില്ല. അതുകൊണ്ട് അതിന്റെ ആദത്ത് നാട്ടു നടപ്പെങ്ങനെ അതനുസരിച്ച് ചെയ്താൽ മതി. അതൊക്കെ അതേസമയത്ത് ഭക്ഷണവും വസ്ത്രവും അങ്ങനെയല്ല, അവിടെ നാട്ടു നടപ്പല്ല. അത് ഈ പറഞ്ഞതനുസരിച്ച് ഭക്ഷണങ്ങളും കൂട്ടാനുകളും സാധനങ്ങളും ഡെയിലി തന്നെ വേണം. വസ്ത്രം 6 മാസത്തിലൊന്ന് എന്ന നിലക്കെങ്കിലും വേണം. എന്നാൽ വൽ മസ്കനു വീട്, വൽ ഖാദിമു പരിചാരകൻ, അത് ദായിമൻ, അതെപ്പോഴും വേണം. വീടില്ലാതെ റോഡ് സൈഡിലോ അല്ലെങ്കിൽ കടത്തുന്നതിലോ താമസിക്കണം എന്ന് പറയാൻ ഒരു മാന്യയായ ഭാര്യയോട് പറ്റൂലല്ലോ. അപ്പൊ അതെപ്പോഴും വേണം. അത് സ്വന്തം ഉടമണ്ടെങ്കിലും ഒക്കെ, വാടകയ്ക്കാണെങ്കിലും വിരോധമില്ല, വായ്പക്കാണെങ്കിലും വിരോധമില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഖാദിമ് 2 രീതി. അവളുടെ വീട്ടിൽ ഖാദിമുള്ളവരാണെങ്കിൽ ഇവിടെയും വേണം. ഇനി അവിടെ ഇല്ലെങ്കിലും ശാരീരികമായ അവസ്ഥയിൽ സുഖമില്ലാതിരിക്കുകയോ പ്രസവം പോലെയുള്ള അസൗകര്യങ്ങൾ നേരിടുകയോ ഒക്കെ ചെയ്ത് സ്വന്തം നിർവഹിക്കാൻ പറ്റാതെ ഖാദിമിന് ആവശ്യം ഉണ്ടാവുകയാണെങ്കിൽ ആ സാഹചര്യത്തിലും അപ്പോ ആ ആവശ്യമുള്ള സമയത്തൊക്കെ അത് വേണം. ഇനി വലഹ, ഈ പെണ്ണിന് അവകാശമാണ് ത്വാമു അയ്യാമിൽ മർളി, സുഖമില്ലാതെ കിടക്കുന്ന സമയത്തുള്ള ഭക്ഷണം. അന്ന് അവർക്ക് ഭക്ഷണം സാധാരണ പോലെ കഴിക്കാൻ കഴിയൂലല്ലോ. അന്നിപ്പോ പനിച്ച് സുഖമില്ലാതെ കിടക്കുക, അതിന്റെ ഇടക്ക് 1 കിലോ പോത്തിറച്ചുണ്ടോന്ന് ഓർത്ത് അത് പോക്കുക, ആ സമയത്ത് തിന്നാൻ പറ്റൂല. എന്നാ കൊടുക്കണ്ടെന്ന് അറിയാൻ പറ്റുമോ? അത് പറ്റൂല, കൊടുത്തേ പറ്റുള്ളൂ. വൈദാമുഹ, കണ്ടോ, ഭക്ഷണം മാത്രമല്ല സാധാരണ കൊടുക്കുന്ന ദിവസത്തിൽ കൊടുക്കേണ്ടതായ കൂട്ടാൻ സാധനങ്ങൾ അതും കൊടുക്കണം. അതൊന്നും സുഖമില്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ അത് ഉപയോഗിക്കൂലെന്ന് രീതി മാറ്റിവെക്കാൻ പറ്റൂല. ആവശ്യമില്ലെങ്കിൽ ഓള് വിറ്റോട്ടെ, നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, അത് അവളുടെ അവകാശമാണ്. അതുപോലെ തന്നെ അവളുടെ വസ്ത്രവും ആലത്തു തന്നീഫിഹ, അന്നിപ്പോ സോപ്പും എണ്ണയൊന്നും വേണ്ട, പനിയാണ്, കുളിക്കാൻ വയ്യ, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയാണ്, ഇങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടായാലും വേണ്ടിയില്ല, കൊടുക്കേണ്ടതൊക്കെ കൊടുക്കണം. ഭക്ഷണം, കൂട്ടാൻ സാധനങ്ങള്, വസ്ത്രങ്ങള്, അതുപോലെ തന്നെ വൃത്തിയാക്കാൻ വേണ്ട ഉപകരണങ്ങൾ, അതൊക്കെ കൊടുക്കണം. ആവശ്യം നിങ്ങൾ ഉപയോഗിച്ചോട്ടെ, ആവശ്യമില്ലെങ്കിൽ ഓള് സൂക്ഷിച്ചോട്ടെ, അതല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വെറുതെ കൊടുത്തോട്ടെ, അല്ലെങ്കിൽ ഓള് വിറ്റ് കാശ് കീശയിൽ വെച്ചോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല.
ഇവിടൊക്കെ മനസ്സിലാക്കണേ, ഇതൊക്കെ പ്രശ്നമാകുമ്പോഴേ ഉള്ളൂ. സൗഹാർദ്ദപരമായി നീക്കുപോക്കിൽ പോകുന്നവർക്ക് ആവശ്യങ്ങൾ അങ്ങനെ നിറവേറിപ്പോയാൽ മതി. ഇനി ഇതൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും വൽ മസ്കനു പാർപ്പിടവും വൽ ഖാദിമു പരിചാരകനും ഇംതാഉൻ അത് ഉപഭോഗം മാത്രമാണ്. എന്തല്ല, ഉടമപ്പെടുത്തി കൊടുക്കുന്നില്ല, ഉപയോഗം മാത്രമാണ്. വീട്ടിൽ താമസിക്കണം, അത് സ്വന്തം വീട്ടിൽ താമസിച്ചാലും വേണ്ടില്ല, വേറൊരാളുടെ വായ്പ വീട്ടിൽ താമസിച്ചാലും വേണ്ടില്ല, വാടക വീട്ടിൽ താമസിച്ചാലും വേണ്ടില്ല, അത്രേ ഉള്ളൂ. ഖാദിമും അത്ര തന്നെ. ഒരാള് സ്വമേധയാ പൈസ കൂലി വാങ്ങാതെ ഖിദ്മത്തെടുക്കാൻ തയ്യാറാണ്, ആയിക്കോട്ടെ. അല്ലെങ്കിൽ കൂലിക്ക് തയ്യാറാണ്, അങ്ങനെ ആയിക്കോട്ടെ, ഏതായാലും വേണ്ടിയില്ല. അതൊക്കെ ആവശ്യം നടന്നു പോയാൽ മതി. ഖാദിം ഇന്നലെ പോയി, ഒരാഴ്ചക്ക് വന്നില്ല, പിന്നെ ഒരാഴ്ച കഴിഞ്ഞാലാ വന്നത്. അന്നായി ഒരാഴ്ചത്തെ ഖാദിമിന്റെ പൈസ എനിക്ക് കടാണ്, എനിക്ക് തരണം എന്ന് പറയാൻ പറ്റൂല. ആ കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോയി. അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നത് അതിൽ ഒരു മാസം ഓളെ വീട്ടിൽ ഇവന്റെ സമ്മതത്തോടു കൂടി ഓളെ വീട്ടിൽ പോയി താമസിച്ചു. എന്നാ ഈ ഒരു മാസം വാടക വേണമെന്ന് പറയാൻ പറ്റൂല. അതൊക്കെ ഇംതാ എന്ന് പറഞ്ഞാൽ ഉപയോഗമാണ്. ഉപയോഗത്തിന് വേണമെങ്കിൽ കൊടുക്കുക എന്നർത്ഥം. ഫേസ്ബുക്കുല്ലുമിനുമാ. അപ്പൊ ഈ ഖാദിമിനെ വെച്ച് ഖിദ്മത്ത് ചെയ്യിക്കലും താമസ സ്ഥലവും ബിമുദീസമാൻ സമയം കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വീട്ടിന്റെ അവകാശത്തിന് വേണ്ടി വീട്ടുവാടക അലവൻസ് എന്ന പേരിൽ 6 മാസം എന്റെ വീട്ടിൽ പോയി താമസിച്ചു അദ്ദേഹത്തിന്റെ സമ്മതത്തോടുകൂടി. അതുകൊണ്ട് സാധാരണഗതിയിൽ ഒരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ 6 മാസത്തെ വാടകയാവുന്ന തുക എനിക്ക് ബഹുമാനപ്പെട്ട കോടതി ഈടാക്കി തരണം എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റൂല എന്ന് അപ്പൊ പറഞ്ഞു. എന്നാൽ കിട്ടാനുള്ള കടായിട്ട് അത് പരിഗണിക്കാൻ കഴിയില്ല, സമയം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. മാത്രമല്ല വലൈസലഹ ഈ ഭാര്യക്ക് അവകാശമില്ല അത്തസറുഫ് ഫീഹി ഈ ഖാദിമ് ഭവനം എന്നിവയിൽ ക്രയവിക്രയം ചെയ്യാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ ഇവൾക്ക് അനുവദിച്ചു കൊടുത്ത വീട് വേറൊരാൾക്ക് വാടക കൊടുത്തിട്ട് ഓളോ ആപ്പാന്റെ വീട്ടിൽ പോയിന്ന് അത് പറ്റൂല. ഓൾക്ക് താമസിക്കാനേ അത് പറ്റൂ. അല്ലെങ്കിൽ ഇവൾക്കുള്ള ഖാദിമ് ഓള് പറഞ്ഞു ആ ഖാദിമിനെ ഇവൾ ഉപയോഗിക്കുന്നില്ല, വേറൊരാൾക്ക് ഖിദ്മത്ത് ചെയ്യിച്ചിട്ട് അതിന്റെ കൂലി ഓള് വാങ്ങുക, അത് പറ്റൂല. മനസ്സിലായില്ലേ? അതിലുള്ള തസറുഫാത്ത് ക്രയവിക്രയങ്ങളൊന്നും പറ്റൂല. മറിച്ച് താമസിക്ക, ഖിദ്മത്ത് ചെയ്യിക്ക, അത്രേ പറ്റുള്ളൂ. വഹറുമാ ഇത് രണ്ടും അല്ലാത്തത്. ഏത് രണ്ടും? പാർപ്പിടവും പരിചാരകനും അല്ലാത്തതെന്ന് പറഞ്ഞാൽ പിന്നെ എന്തൊക്കെ? ഭക്ഷണം, കൂട്ടാനുകള്, വൃത്തിയാക്കാൻ വേണ്ട ഉപകരണങ്ങള്, വസ്ത്രം തുടങ്ങിയത്. അതൊക്കെ തംലീക്കുൻ, അത് ഉടമയാക്കി കൊടുക്കുക തന്നെയാണ്. അത് അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ 2 മുദ്ദ് ഭക്ഷ്യധാന്യം ഡെയിലി കൊടുക്കുന്നു, അതിനനുസരിച്ചുള്ള കൂട്ടാൻ സാധനങ്ങളും കൊടുക്കുന്നു. ഇവളെ സംബന്ധിച്ച് 1 മുദ്ദ് തന്നെ ഒരു ദിവസത്തിന് ധാരാളമാണ്. എന്നാൽ കിട്ടിയതിന്റെ പകുതി മാസം കഴിഞ്ഞപ്പം ഇവൾ വിറ്റു. അത് ചോദ്യം ചെയ്യാൻ ഇവന് അവകാശമില്ല, കാരണം അത് അവളുടെ ഉടമയാണ്. അത് സദഖ ചെയ്താലും പ്രശ്നമില്ല, സംഭാവന കൊടുത്താലും പ്രശ്നമില്ല, വിലക്ക് വിറ്റാലും പ്രശ്നമില്ല. കാരണം എന്താ? അത് അവളുടെ ഉടമയിൽ പോയി. അവളുടെ ഉടമയിലുള്ളത് ഹലാലായ മാർഗത്തിൽ എങ്ങനെ ക്രയവിക്രയം ചെയ്യാനും അവൾക്ക് അവകാശമുണ്ട്. പക്ഷെ വീടും ഖാദിമും അങ്ങനെയല്ല, അത് ഉടമയാക്കുന്നില്ല, അത് ഉപയോഗം മാത്രമാണ്. അതുകൊണ്ട് ഉപയോഗിക്കാനേ അതിൽ പാടുള്ളൂ, അവിടെ ക്രയവിക്രയം പാടില്ല. ഫലഹ ഉടമയാക്കി കൊടുക്കുകയാണെന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഭാര്യക്ക് പറ്റും അത്തസറുഫു ഫീഹി ഇവയിൽ ക്രയവിക്രയം പറ്റും. ബിമാശാഅത്ത് അവൾ ഉദ്ദേശിച്ച നിലക്കുള്ള ഹലാലായ ഏത് ക്രയവിക്രയവും ആവാം. മിന്നവി ബൈഇൻ വിൽപ്പന പോലെയോ വഹിബത്തിൻ ദാനം പോലെയോ ഉള്ളത്. ഇവൾ അതിൽ നിന്ന് പള്ളിക്ക് സംഭാവന കൊടുത്തു, അതല്ലെങ്കിൽ സാധുക്കൾക്ക് സഹായിച്ചു, അതല്ലെങ്കിൽ പീടിയെ കൊണ്ടുപോയിട്ട് വിറ്റ് വേറെ എന്തെങ്കിലും സാധനം വാങ്ങി, അതൊക്കെ അവളുടെ അവകാശം. അതൊന്നും ചോദ്യം ചെയ്യാൻ ഇവന് അധികാരമുണ്ടാവുന്നതല്ല. കാരണം അത് അവളുടെ ഉടമയാണ്. ഉടമയാക്കി കൊടുക്കുകയാണ്, ഇവൻ കൊടുക്കൽ കടമയാണ്. വാങ്ങിക്കഴിഞ്ഞാൽ അവൾക്ക് ഉടമയായി.
ഓളോടെ മേലുള്ളത് ഓളെ ഇഷ്ടത്തിനോട് ചെയ്തോട്ടെ. ഇപ്പോ അതാത് ദിവസത്തെ ചെലവിന് അതാത് ദിവസമാണ് വുജൂബാവുന്നത് എന്ന് പറഞ്ഞല്ലോ. എന്നാൽ വയുക്കല്ലഫു നിർബന്ധിക്കപ്പെടും മൻ അറാദ സഫറൻ ബഈദൻ വിദൂരയാത്ര 2 മർഹലയിൽ കൂടുതലുള്ള ദീർഘയാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ നിർബന്ധിക്കപ്പെടും എന്ന് പറഞ്ഞാൽ പുതിയാപ്പള ഗൾഫിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു, പെണ്ണുങ്ങൾ കേസ് കൊടുത്തു. എന്താ കേസ്? ചെലവ് കേസ്. എന്റെ പുതിയാപ്പള ഗൾഫിക്ക് പോവുകയാണ്, അതുകൊണ്ട് എനിക്കുള്ള ചെലവിനുള്ള വിഹിതം തരണം, അതല്ലെങ്കിൽ എന്നെ ത്വലാഖ് ചെല്ലാൻ പറഞ്ഞുകൊള്ളണം. കോടതി കേസ് കൊടുത്തു. എന്നാ കോടതി ഇവന് നോട്ടീസ് അയക്കും. ഒരു പക്ഷേ ഈ പോകാതെ നിൽക്കുക, അന്നാന്ന് കൈക്കോട്ട് എത്തിയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി എടുത്തിട്ടോ ഒന്നുമില്ലെങ്കിൽ പള്ളിക്ക് പോയിട്ട് മുണ്ട് വിരിച്ച് പിരിവെടുത്തിട്ടെങ്കിലും അന്നാന്നത്തെ ചെലവിന് കൊടുക്കാൻ കഴിയുമല്ലോ. പോവുകയാണെങ്കിൽ അത് പറ്റൂല. ഒരു പക്ഷേ എന്താക്കിക്കൊള്ളണം? ത്വലാഖ് ചൊല്ലി പൊയ്ക്കൊള്ളണം. അതല്ലെങ്കിൽ തൂക്കിലുമൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ വക്കാലത്തേൽപ്പിച്ചോളണം എന്ന്. എങ്ങനത്തെ ഈ ഭാര്യയുടെ മേൽ ചെലവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വക്കാലത്താക്കണം. എന്തിന് ചെലവ് കൊടുക്കാം? ഇമ്മാലിൻ ഹാലിൻ, റൊക്കം നിലവിലുള്ള ധനത്തിൽ നിന്നും അവൾക്ക് ഇവൻ തിരിച്ചു വരുന്നത് വരെ ഓരോ ദിവസത്തിനും അതാത് ദിവസങ്ങൾക്ക് വേണ്ടതായ ചിലവ് നിർവഹിച്ചു കൊടുക്കാൻ ഒരാളെ വക്കാലത്താക്കുകയോ രണ്ടാലൊന്ന് ചെയ്യാൻ നിർബന്ധിക്കപ്പെടും എന്ന് പറഞ്ഞപ്പോ ഈ ഗൾഫുകാരൊക്കെ പാടപ്പോ ബേജാറാണ്ട. പടച്ചോനെ, ഈ കോലത്തിലാണെങ്കിൽ ചിലവർക്ക് സഹായത്തുണ്ടാവും. കാരണം എന്താ? ഓരോ പ്രാവശ്യം ടിക്കറ്റ് ഓക്കെ ആയാൽ അന്ന് തൊലാക്കല്ല 36, എന്നിട്ട് കേറിയിട്ട് 2 കൊല്ലം പടം നിന്ന് ചെല്ലുമ്പോക്ക് വേറൊന്നിനെ കണ്ടെത്തി പുതിയതായിട്ട് കെട്ടുക. 6 മാസം നിന്ന് പോരുന്ന സമയത്ത് തൊലാഖും ചൊല്ലിപ്പോയ നല്ല സുഖ. ഓരോ പ്രാവശ്യം പോകുമ്പോ പുതിയ പെൺകുട്ടികളെ കെട്ടാൻ. അങ്ങനൊന്നും പൂതിച്ച് നടക്കണ്ട. മറിച്ച് കോടതിയിൽ കേസെത്തി, അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ കോടതിയിൽ കേസെത്തി, അവൾ ചെലവിന്റെ അവകാശ കേസ് കോടതിയിൽ ഫയൽ ചെയ്തു. അങ്ങനെ വരുമ്പം കോടതി ആവശ്യപ്പെടും, നീ എവിടുക്കാ പോണ? ഞാൻ ഇന്ന നാട്ടിൽ എത്ര കൊല്ലം നിൽക്കും? സുമാർ 1 കൊല്ലം നിൽക്കും. ഓക്കെ. എന്നാൽ ഈ 1 കൊല്ലത്തിന് വേണ്ട ചെലവിനുള്ള വഹ ഇവളെ ഏൽപ്പിക്കണം എന്നില്ല. നിന്റെ വാപ്പുണ്ടെങ്കിൽ വാപ്പനെ, അതല്ലെങ്കിൽ നിനക്ക് ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ട് അവതാത് ദിവസങ്ങൾ ഇവൾക്ക് വേണ്ട ചിലവുകൾ അത് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. അതിന് ഏമാൻ എന്നോട് കഴിയൂല, എന്നാ തൊലാഖലി കളാറ്. ഈ രണ്ടാലൊന്ന് ചെയ്തു കൊടുക്കാൻ. കാരണം എന്തുകൊണ്ട്? ഇവൻ അന്യനാട്ടിൽ ദൂരദിക്കിൽ പോയി കഴിഞ്ഞാൽ ഈ പെണ്ണിന്റെ ജീവിതം നടക്കണ്ടേ? അപ്പൊ അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി കോടതി കേസ് കൊടുത്താൽ രണ്ടാലൊന്ന് ചെയ്യേണ്ടി വരൂ. ഇപ്പോ പോണത് തന്നെ ചിലപ്പം പെണ്ണുങ്ങളെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ്. എന്താ? നമ്മളെ വീട് വാർപ്പായിട്ടില്ല, അടുത്ത വീടുകളൊക്കെ നല്ല വാർപ്പിന്റെ 2 നിലയുള്ള വീടാണ്. ഇവിടുന്ന് മദ്രസ പഠിപ്പിച്ചിട്ടും പള്ളിക്ക് കിതാബോധി കൊടുത്തിട്ടൊന്നും 2 നിലയുള്ള വാർപ്പിന്റെ വീടുണ്ടാക്കാം. ഞങ്ങൾക്കൊന്ന് പോയി നോക്കി ഇവിടെന്ന് എല്ലാവരും കണ്ടില്ല. ഇങ്ങനെ ഗൾഫിലൊക്കെ പോയിട്ട് എന്നാലും നമ്മളെ കുട്ടികളെ കെട്ടിക്കാനാവുമ്പോത്തിന് അതിലൊക്കെ ഒരു റാഹത്തുള്ള നല്ലൊരു വീടും കുട്ടികൾക്കുള്ള ആഭരണം പൈസയൊക്കെ ഉണ്ടാക്കാം. നമുക്കൊന്ന് പോയി നോക്കിക്കൂടെ? അങ്ങനെ ശല്യമായിട്ട് അപ്പൊ കുട്ടികളും പറയും. കുട്ടികൾ ഇങ്ങനെ പറയാം, ഒരു കുട്ടികൾ അടുത്ത വീട്ടിൽ 2 തട്ടുള്ള വീടാ, നല്ല വാർപ്പിന്റെ നല്ല ലക്ഷങ്ങൾ പിടിക്കാം. ഇതാണെങ്കിൽ ഒരു സാധാരണ വീട്. അപ്പൊ 2 വർഷത്തിൽ കുട്ടികൾ കളിക്കുമ്പോ പറയും, എന്റെ വീട് എടാ 2 തട്ടുള്ള വാർപ്പിന്റെ വീടാണല്ലോ എന്റെ വീട്, നിന്റെ എപ്പോ ഗൾഫ് പോയാ ഞങ്ങളെ വീടും അങ്ങനെയാക്കും. കുട്ടിയും പറയാം, ചെറിയ പൈതൽ മക്കൾ വരെ. ഇത് കേട്ട് അപ്പൊ ഇവരുടെ കൂടെ ചവിട്ടി പറഞ്ഞയക്കുകയാണ് യഥാർത്ഥത്തിൽ. അപ്പൊ പിന്നെ ഓള് ചെലവിന്റെ അവകാശ കേസ് കൊടുത്തിട്ട് തലാഖിലിക്കാൻ നിൽക്കുവോ? അതില്ലാതെ സൗഹാർദ്ദത്തിലാണ്. അതൊക്കെ അതിനുള്ള വഴി അള്ളാഹു തആല അപ്പൊ തുറന്നു തരും. ഓരോ മാസത്തില് ചിലപ്പോ മൂപ്പര് മുൻകൂറായിട്ട് ഒന്നിച്ച് അയച്ചു തരും എന്നൊക്കെ വിചാരിച്ചിട്ട് ഊക്ക് സൗകര്യമാണെങ്കിൽ തലാഖിലും വേണ്ട, ആളെ ഏൽപ്പിക്കും വേണ്ട. പക്ഷെ കേസായാൽ രണ്ടാലൊന്ന് വേണ്ടി വരും. അല്ലെങ്കിൽ കോടതി പാസ്പോർട്ട് അവിടെ വാങ്ങിയേക്കും. അവിടെ പ്രശ്നം. മനസ്സിലായില്ലേ? ഒരു പക്ഷേ എന്താക്കണം, ഇവൻ
ഒരാളെ വക്കാലത്ത് ഇതാണ്. അതൊക്കെ കേസ് ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം. ഇതിപ്പോ അവകാശ സംരക്ഷണം. ഇനി ഈ അവകാശം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. ഒരു ഭാര്യക്ക് ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ട സംരക്ഷണ ചെലവുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം എപ്പോഴാണ്? മേൽ പറയപ്പെട്ട ഭക്ഷണം, അതിന്റെ ചുറ്റുവട്ടത്തിൽ പറഞ്ഞ സാധനങ്ങള്, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെടും. എപ്പോ? ഭർത്താവിനോട് ഒന്നിച്ച് സാവസിച്ച് നീങ്ങുമ്പോൾ. എന്ന് പറഞ്ഞാൽ ഒന്നിച്ചൊരു വീട്ടിലാണ് ഭാര്യയും ഭർത്താവും താമസിക്കുന്നത്. ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ സഹകരിച്ച് പരസ്പര ഓക്കായിട്ട് വേറൊരു കട്ടിലും ബെഡും പുതപ്പും തലേണിയൊന്നും ഇല്ല, രണ്ടാക്കും കൂടി ഒന്നുള്ളു. പിന്നെ നിന്റെ കട്ടിലും തലക്കണിയോടെ നമ്മൾക്ക് ചോദിക്കാൻ പറ്റൂലല്ലോ. അല്ലെങ്കിൽ ഭക്ഷണം എല്ലാരും കൂടി ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നറിഞ്ഞില്ലേ, ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിഞ്ഞ് സന്തോഷത്തിൽ പോവുക. എന്നാ പിന്നെ ഞാൻ അവിടെ അവകാശ കേസാ? അവിടെ ഒന്നും പ്രശ്നമില്ല. ഇതൊക്കെ പരസ്പരം സൗഹാർദ്ദത്തിൽ പരസ്പരം സഹകരിച്ച് നീങ്ങുമ്പോ ഇപ്പറഞ്ഞതൊന്നും അവകാശ കേസ് കൊടുക്കാൻ പറ്റൂല. പറഞ്ഞ് ബിമുആക്കലത്തിഹാമാസോജി ഭർത്താവിനോട് ഒന്നിച്ച് പരസ്പരം കൂട്ടായി ഭക്ഷിക്കലുകൊണ്ടും, ഇനി അവളെ ആരെങ്കിലും സൽക്കരിച്ചാലും എങ്ങനെ? ഇക്റാമൻ ലഹു, ഇവനെ ആദരിച്ചിട്ട്, ഓളെ ആദരിച്ചിട്ടല്ല. അങ്ങനെ നമ്മളെ നാട്ടില് ഞങ്ങളെ അൽപ്പുറത്തുകാരെ ശൈലിയുണ്ട്. കല്യാണം കഴിഞ്ഞാല് പുതിയന് വീട്ടിൽ വന്നാൽ ഇവന്റെ പെങ്ങന്മാര്, ഈ പുതിയാപ്പളിന്റെ എല്ലാ സഹോദരിമാരും ഇവളെ സൽക്കരിക്കും ഓരോ ദിവസം. അത് നല്ല ഒരു ചടങ്ങാ, നാട്ടു നടപ്പായിട്ട്. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ആദ്യം ഒരു പെങ്ങളെ വീട്ടില്, പിന്നെ അടുത്ത പെങ്ങളെ വീട്ടില്, പിന്നെ അടുത്ത പെങ്ങളെ വീട്ടില്, ഇങ്ങനെ. ഇതൊക്കെ ഇവനോടുള്ള ബഹുമാനം. കാരണം ഇവന്റെ ഭാര്യ എന്നുള്ള നിലക്കാണ്. അപ്പൊ അതോടുകൂടി അന്നത്തെ ചെലവിഞ്ഞ് മൂപ്പരെ കണക്കിൽ വേറെ ഇതണ്ടാണ്. അത് അവനെ ആദരിച്ചുകൊണ്ട് സൽക്കരിച്ചതായതുകൊണ്ട് അവൻ ചെലവ് കൊടുത്ത നില വരും. ഇനി സഫരിഹ, ഭാര്യ യാത്ര പോയി, ദൂനഹു, ഭർത്താവിനെ കൂടെ അല്ലാതെ, എന്നാലും അവൾ അവകാശം പോയി. അവളുടെ ആവശ്യത്തിന് വേണ്ടി ഇവന്റെ സമ്മതത്തോടു കൂടി തന്നെ പോകുന്നു, പക്ഷെ ഭർത്താവ് കൂടെ പോകുന്നില്ല എങ്കിൽ അവളുടെ അവകാശങ്ങളൊന്നും നിലക്കൂല. കാരണം എന്തുകൊണ്ട്? അവളെ കൊണ്ട് ഇവന്റെ ഭാര്യ എന്ന നിലക്കുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഈ അവകാശങ്ങളൊക്കെ അവൻ കൊടുക്കാൻ ബാധ്യസ്ഥനാകുന്നത്. ഇവരുടെ ആവശ്യത്തിന് വേണ്ടി അവൾ ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ ഇവന്റെ ആവശ്യം തൽക്കാലം അവളിൽ നിന്നിട്ട് നടക്കുന്നില്ലല്ലോ. പക്ഷെ അവൾ കുറ്റക്കാരിയല്ല, എന്തുകൊണ്ട്? സമ്മതത്തോടു കൂടി പോയതാണ്. എന്നാലും അവകാശം ചോദിക്കാനില്ല. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, അവളുടെ വീട്ടിലേക്ക് ഞാന് വീട്ടിൽ പോയിട്ട് 2 ആഴ്ച നിന്നിട്ട് വരാം എന്ന് സ്നേഹത്തിൽ ഭാര്യ ആവശ്യപ്പെട്ടു. ഭർത്താവ് അവൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നടക്കട്ടെ എന്ന നിലക്ക് സമ്മതവും കൊടുത്തു. അങ്ങനെ അവളുടെ വീട്ടിൽ പോയി അവൾ താമസിക്കുന്നു. ഇവനാണെങ്കിൽ ഇവന്റെ വീട്ടിൽ തന്നെയാണുള്ളത് എങ്കിൽ അത്രയും ദിവസത്ത് മറ്റു ആനുകൂല്യങ്ങളൊന്നും അവൾക്കുണ്ടാവില്ല. കാരണം അവളെ വീട്ടിലാണല്ലോ, ഇവന്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. അതേ സമയത്ത് അവനും കൂടെ പോയി, എന്നാ പിന്നെ അവളുടെ എല്ലാ അവകാശങ്ങളും ഉണ്ടാണ്. കാരണം എന്താ? അവളെ കൊണ്ടുള്ള ആവശ്യങ്ങളൊക്കെ ഇവന് നടക്കുമല്ലോ, ഇവനും കൂടെ ഉണ്ടല്ലോ. ഇനി ഒബിനുഷൂസിഹ, ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കൽ കൊണ്ടും അവകാശങ്ങളെല്ലാം നഷ്ടപ്പെടും. അനുസരണക്കേട് കാണിക്കാറിന് വഴക്ക് പറയലൊന്നും അല്ലട്ടോ, അങ്ങനെ ആരും മനസ്സിലാക്കണ്ട. ഭർത്താവിനെ ചിലപ്പം വേണമെങ്കിൽ 2 വഴക്കൊക്കെ പറയേണ്ടി വരും. അത് നുഷൂസായി ആരും കാണേണ്ടതില്ല. മനസ്സിലല്ലേ? അതൊന്നും സാരമില്ല, കേട്ടില്ല എന്ന് വെച്ചാൽ മതി, അല്ലെങ്കിൽ അതൊന്നും നമ്മളെല്ലാന്ന് വെച്ചാൽ മതി. അതൊന്നാണ് കുറച്ചും ഉണ്ടാവില്ല. നുഷൂസ് എന്ന് പറഞ്ഞാൽ അതല്ല. അതെന്താ നുഷൂസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്, അടുത്ത് വരുന്നുണ്ട്, അവിടെ പറയാം. വലൗലഹ്ലത്തൻ, നുഷൂസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ 1 സെക്കൻഡ് സമയമാണെങ്കിലും ഭർത്താവിനോടുള്ള അനുസരണക്കേടുണ്ടായാൽ
അവളുടെ അവകാശങ്ങൾ നഷ്ടപ്പെടും. അതിൽ നിന്നിട്ട് അവൾ തൗബ ചെയ്ത് പിന്മാറുന്നത് വരെ അവളുടെ അവകാശങ്ങളൊന്നും പിന്നെ പുനഃസ്ഥാപിക്കപ്പെടുകയില്ല. അപ്പോ ഒരു ദിവസം ഒരു സ്ത്രീ ഒരല്പസമയം ഭർത്താവിനോട് അനുസരണക്കേട് കാണിച്ചാൽ അന്നത്തെ ചെലവ് മുഴുവൻ പോയി. ആ സമയത്തല്ല, ആ ഒരു ദിവസത്തെ 24 മണിക്കൂറത്തെ അവളുടെ ഭക്ഷണം, അതുപോലെ തന്നെ അവളുടെ കൂട്ടാനികള്, വൃത്തിയാക്കാനുള്ള ഉപകരണങ്ങൾ തുടങ്ങിയതൊക്കെ അന്നത്തെ ദിവസം നഷ്ടപ്പെടും. മാത്രമല്ലോ കിസ്വത്തു ദാരികൽ ഫസ്ലി, ആ 6 മാസത്തെ വസ്ത്രത്തിന്റെ അവകാശവും അവൾക്ക് നഷ്ടപ്പെടും. പക്ഷെ എപ്പോഴും മാലമ്യതമത്തബിഹ, അവള് അനുസരണക്കേട് കാണിക്കുമ്പോ തന്നെ അവളെ കൊണ്ടിട്ട് അവൻ ഉപയോഗം നടത്തുന്നു, ഭാര്യ എന്ന നിലക്കുള്ള സുഖഭോഗങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നു എങ്കിൽ പിന്നെ അവളുടെ അവകാശമൊന്നും പോവില്ല. ഇങ്ങനെ സന്തോഷത്തോടുകൂടി മനസ്സംതൃപ്തിയോടുകൂടി അവൾ ഭർത്താവിന്റെ ആവശ്യം നിർവഹിക്കാൻ സന്നദ്ധയല്ല എങ്കിൽ അവളുടെ അവകാശം നഷ്ടപ്പെടും. പക്ഷെ ഇവള് സന്മനസ്സുകൊണ്ട് സൗഹാർദ്ദപരമായി ഭർത്താവിനോട് അവന്റെ ആവശ്യത്തിന് വഴങ്ങിക്കൊടുക്കാൻ തയ്യാറല്ല. ഇവൻ ഒരു ജാതി ഭീകരനൗട്ടിക്കോളി ഓൻ പിടിച്ചു ബലാത്സംഗം ചെയ്തു, അവളെ ചെലവ് കൊടുക്കണം. ഭർത്താവ് എങ്ങനെ ബലാത്സംഗം ചെയ്തു എന്നല്ല ഇപ്പൊ മനസ്സിലായോ? അങ്ങനെയാണ്. അതായത് ഭർത്താവ് ഭാര്യയുടെ പൂർണ്ണമായ അനുവാദവും സംതൃപ്തിയും ഇല്ലാതെ അവളെ കൊണ്ടിട്ട് ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ഉപയോഗപ്പെടുത്തേണ്ട ആവശ്യമില്ല. പൂർണ്ണ സംതൃപ്തിയോട് കൂടിയാണ് പരസ്പരം സഹകരിക്കേണ്ടത്, അടുത്ത പാഠത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഇവൾ സംതൃപ്തിയോടുകൂടി ഭർത്താവിന് വഴങ്ങിക്കൊടുക്കാൻ തയ്യാറാകുന്നില്ല, എന്നാൽ അവളുടെ അവകാശം നഷ്ടപ്പെടും. പക്ഷെ ഒരു ഭർത്താവ് ഒരു താഴ്ന്ന ജാതിയാ, ഇവളുടെ സന്തോഷവും അവകാശങ്ങളൊക്കെ കൊടുക്കും വേണം. എന്നാൽ എന്താ ഈ നുഷൂസ്? വന്നുഷൂസു, അനുസരണക്കേട് എന്ന് പറയുന്നത് ഖുറൂജുൻ അൻ ത്വാഅത്തി സൗജി, ഭർത്താവിന് ഒരു ഭാര്യ വഴിപ്പെടൽ നിർബന്ധമായ കാര്യം എന്താണോ അതിനെ തൊട്ട് പുറപ്പെടുക. എന്താണ്? അവളെ കൊണ്ട് ഹലാലായ നിലക്കുള്ള സുഖഭോഗങ്ങൾ നടത്തുന്നതിന് തടസ്സം നിൽക്കുക. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ അതൊക്കെ പച്ച മലയാളത്തിൽ പറഞ്ഞെങ്കിൽ തന്നെ തിരിയുള്ളൂ. പറയുമ്പോ ചില ആളുകൾക്ക് തോന്നി ഈ ഉസ്താദ് അല്ലെങ്കിൽ ഈ മുസ്ലിയാര് ഇതൊക്കെ ഇങ്ങനെ ഈ അശ്ലീലങ്ങൾ ഇങ്ങനെ പറയുന്നു, പിന്നെ എങ്ങനെ ദൈവമാര് ഇത് തിരിയ ജനങ്ങൾക്ക്? എന്നിട്ടാണ് ഈ ലൈംഗിക വിദ്യാഭ്യാസം സ്കൂളിലൂടെ നൽകണം എന്ന് ഇപ്പൊ ചില ആളുകൾ പറയാൻ തുടങ്ങുന്നത്. ഇസ്ലാം ലൈംഗിക വിദ്യാഭ്യാസം വുജൂബാക്കി പണ്ട് തന്നെ നിർബന്ധിക്കുകയും അത് ഉസ്താദന്മാര് ഓരോ കാലഘട്ടത്തിലും സാഹചര്യത്തിലും അനുസരിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ചിലര് നാണം കരുതിയിട്ട് അത് വേണ്ടതുപോലെ പഠിപ്പിക്കാതെ വരുമ്പോൾ അതുകൊണ്ട് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും അബദ്ധങ്ങളും വന്നു ചേരുന്നു. എന്തിനപ്പുള്ള കാര്യം പറയുന്നതിന് നാണക്കേട് നമ്മക്കൊക്കെ ഉള്ളതല്ലേ ഇപ്പൊ? പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഞാൻ ചിലത് തുറന്നു പറയുമ്പോ കമ്പ്യൂട്ടർ തുറന്നു വെച്ചിട്ട് ഉമ്മയും മക്കളും ഒന്നിച്ചിരിക്കുന്നുണ്ടാവും. അപ്പൊ ഉമ്മാക്കൊരു ഐബിക്കാരാ ഉസ്താദ് ഇപ്പൊ അങ്ങനെയാണ് പറയുന്ന ഒരു വായ്പല്ലേ. കുട്ടികളും പഠിച്ചോട്ടെ, പൊന്നു പെണ്ണുങ്ങളെ നിങ്ങളും ഉണ്ടാതെ നിന്നോളൂ. ഇപ്പത്തെ കുട്ടികൾ നിങ്ങൾ പണ്ട് വിചാരിച്ച ജാതിയല്ല. 2 വയസ്സായ ഒരു കുട്ടി ഇതിന്റെ ഇടക്ക് ഇതൊരു സുഹൃത്ത് പറയാം, ഒരു ബക്കാലേക്ക് വന്നു, ഒരു ആൺകുട്ടിയാണ്, 2 വയസ്സുള്ളൊരു കുട്ടി. അപ്പൊ ആ കുട്ടിയോട്, ആ കടയിൽ ജോലി ചെയ്യുന്നൊരു മലയാളിയാണ്, കുട്ടിയും മലയാളി കുട്ടിയാണ്, കുട്ടിനോട് പറഞ്ഞ് മോനൊരു ഉമ്മ ചോദിച്ചു. 2 വയസ്സായ കുട്ടികളാകുമ്പോ അങ്ങനെ സന്തോഷമാണല്ലോ. ഉടനെ ഈ കുട്ടി പറയത്രേ, ഞാനെന്താ പെണ്ണ, അല്ലെങ്കിൽ ഈ അങ്കിള് എന്താണ് പെണ്ണ? അപ്പൊ പെണ്ണ് ആണിനെ, ആണ് പെണ്ണിനെ മാത്രം
എന്നാണ് ഈ 2 വയസ്സുള്ള പിഞ്ചു കുഞ്ഞ് മനസ്സിലാക്കിയത്. അതാണ് ദുന്യാവ്. ഇപ്പത്തെ കുട്ടിയൊക്കെ നിങ്ങളതൊന്നും വേണ്ട. ഒരു 6 or 7 വയസ്സായ ഒരു കുട്ടിയോട് ചോദിച്ചാൽ ലൈംഗികമായ എല്ലാ വിഷയങ്ങളും തത്ത പോലെ പറയാൻ കുട്ടിക്ക് കിട്ടും. പിന്നെ അവനെ മുന്നിൽ നമ്മൾ പറയാതെ നിന്നിട്ടൊന്നും കാര്യമില്ല. യഥാർത്ഥത്തിൽ ഉള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. തെറ്റേതാണ്, ശരിയേതാണ്, എങ്ങനെ വേണ്ടത്, എങ്ങനെ പാടില്ലാത്തത് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. അതിന് നാണക്കേടൊന്നും കരുതിയിട്ട് കാര്യമില്ല. അപ്പൊ തമത്വയെ തടയുക എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയിൽ നിന്നും ഭർത്താവിന് ഹലാലല്ലാത്ത 2 കാര്യങ്ങളേ ഉള്ളൂ. അത് നമ്മൾ പലപ്പോഴും പറഞ്ഞതാ. അതായത് ഒന്ന്, ഹൈള്, നിഫാസ് എന്നിവ ഉള്ള സമയത്ത് സംയോഗത്തിൽ ഏർപ്പെടുക, അത് ഹലാലാവൂല, കടുത്ത ഹറാമാണ്, വൻകുറ്റവുമാണ്. രണ്ടാമത്തേത് ഭാര്യയുടെ പിന്ദ്വാരത്തിൽ സംയോഗം ചെയ്യുക, അത് കടുത്ത ഹറാമാണ്, വൻകുറ്റമാണ്. ഇത് രണ്ടും പാടില്ല. ഇതല്ലാത്ത ഏതൊക്കെ സുഖഭോഗം അവൻ ആഗ്രഹിക്കുന്നോ അതിനൊക്കെ വഴങ്ങിക്കൊടുക്കൽ ഭാര്യയുടെ കടമയാണ്. ഹലാലായ, അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ അവളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് കാണണം എന്ന് അവൻ ആഗ്രഹം പ്രകടിപ്പിക്കാൻ അവൾക്ക് നാണക്കേടുണ്ടാവും. അന്യരുടെ മുന്നിൽ നല്ലട്ടോ, അതല്ല, സ്വകാര്യമായിട്ട് അവരുടെ സ്വകാര്യ ജീവിതത്തിനിടയിൽ അവളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം, ഏതും ആവട്ടെ, അവൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗം കാണണം, നോക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചാൽ അതിന് തടസ്സം നിന്നാൽ നുഷൂസാണ്, ഹറാമാണ് പെണ്ണിനെ സംബന്ധിച്ച്. അത് തടസ്സം നിൽക്കാൻ പാടില്ല. അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്പർശിക്കണം, തൊടണം എന്ന ആഗ്രഹമുണ്ട്, അതിന് തടസ്സം നിൽക്കാൻ ഭാര്യയ്ക്ക് പാടില്ല. കാരണം ഇവളുടെ ശരീരത്തിന്റെ ഏതു ഭാഗവും കാണാനും തൊടാനും ഭർത്താവിന് അവകാശമുണ്ട്. അത് അവളിൽ നിന്നും അവന് അള്ളാഹു ഹലാലാക്കിയ സുഖഭോഗമാണ്. ഇനി അതുപോലെ തന്നെ ഉമ്മ വെക്കുകയായാലും കിസ് ചെയ്യുകയാണെങ്കിലും അതൊക്കെ ശരീരത്തിന്റെ ഇന്ന ഭാഗത്ത് പാടുള്ളൂ, ഇന്ന ഭാഗത്ത് പാടില്ല എന്നൊന്നും അതിന് നിയമമില്ല. പക്ഷെ ഈ 2 കാര്യം പാടില്ല, അത്ര നേരത്തെ പറഞ്ഞ്. അല്ലാത്ത കാര്യങ്ങളൊക്കെ ഒരു ഭർത്താവിന് ഭാര്യയിൽ നിന്നിട്ട് തിരിച്ചു അങ്ങനെ തന്നെ. അപ്പൊ അങ്ങനെ പെണ്ണുങ്ങളും ദേശം പിടിക്കണ്ട. പുരുഷന്മാർക്ക് ഭാര്യമാരിൽ നിന്നിട്ടും ഇതൊക്കെ ഹലാലാണെങ്കിൽ ഒരു ഭാര്യക്ക് ഭർത്താവിൽ നിന്നിട്ടോ തിരിച്ചു അങ്ങനെ തന്നെ. അവന്റെ ഏത് ഭാഗവും കാണൽ അവൾക്ക് ഹലാലാണ്, തൊടലും ഹലാലാണ്. പക്ഷെ അതിന്റെ പേരിൽ ഓൻ തൊടാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നിഷൂസ് എന്ന് പറയാൻ പറ്റൂല. കാരണം എന്തുകൊണ്ട്? ഓളോ അവന് ചെലവിന് കൊടുക്കുന്നില്ലല്ലോ, അവിടെ വ്യത്യാസമുള്ളൂ. അതേ സമയത്ത് ഇവന്റെ ശരീരഭാഗത്തെ ഏത് ഭാഗത്തും തൊടാനും അവൾക്ക് അനുവാദമുണ്ട്, കാണാനും അനുവാദമുണ്ട്, തിരിച്ചുമുണ്ട്. പക്ഷേ സംരക്ഷണ ചെലവ്, 10 തരത്തിലുള്ള സംരക്ഷണ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ബാധ്യസ്ഥനായ ഭർത്താവ് ഈ ചെലവുകളൊക്കെ കൊടുത്തിരിക്കുമ്പോൾ ഈ അവകാശം തടയാൻ അവൾക്ക് അധികാരമില്ല. അതാപ്പ വ്യത്യാസം. അവൻ കാണണം ആവശ്യപ്പെട്ടാൽ കാണാൻ അനുവദിക്കണം, അവൻ തൊടണം എന്നാവശ്യപ്പെട്ടാൽ തൊടാൻ അനുവദിക്കണം, അവൻ ഉമ്മ വെക്കണം എന്നാവശ്യപ്പെട്ടാൽ അതിനനുവദിക്കണം, അവൻ കയറി ചെല്ലുമ്പോൾ അവനെ സ്വീകരിക്കണം. ഇത് അവന്റെ അവകാശമാണ്. അല്ലാതെ അവന് ചോറിച്ചു കൊടുക്കലും കഞ്ഞിണ്ടാക്കി കൊടുക്കലും ഡ്രസ് അരക്കി തേച്ചു കൊടുക്കലും വീടടിച്ചു വൃത്തിയാക്കി കൊടുക്കലും അതൊന്നും നിർബന്ധമായ കാര്യങ്ങളല്ല. അതൊക്കെ ചെയ്താൽ കൂലി കിട്ടും അള്ളാന്റെ അടുക്കുന്ന്. ഇല്ലെങ്കിൽ കൂലി വേണമെന്ന് ചോദിച്ചാൽ അവൻ തരൂ. അതാണ് നിയമം. സൗഹാർദ്ദത്തിലാവുമ്പോഴല്ല പറയുന്നത്. നിയമം കയ്യിലെടുക്കുമ്പോൾ കേസ് കൊടുത്താൽ ഇതൊന്നും ചെയ്തു കൊടുക്കേണ്ട, അവൻ ഇങ്ങോട്ട് ചെയ്തു കൊടുക്കല്ലാതെ അവൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ശാരീരികമായി അത് അവന്റെ നിയന്ത്രണം അവൾ പാലിക്കണം. അവന്റെ സമ്മതമില്ലാതെ പുറത്തു പോകാൻ പാടില്ല. അതുപോലെ തന്നെ അവന്റെ ആഗ്രഹങ്ങൾക്ക്, ഈ ഹറാമായതല്ലാത്ത മറ്റേത് ആഗ്രഹങ്ങൾക്കും തടസ്സം നിൽക്കാൻ പാടില്ല. ഇതാണ് നിയമം. അതിന് തടസ്സം നിൽക്കുമ്പോഴാണ് നിഷൂസ് എന്ന് പറയുന്നത്. എന്നാൽ തടസ്സം നിൽക്കുക എങ്ങനെ? ബിലാൽ ഉദറില്ലെങ്കിൽ, ഉദറുണ്ടെങ്കിൽ തടസ്സം നിൽക്കുക. ഉദാഹരണം ഹൈളിൻ, ഭാര്യക്ക് ഹൈള്, പെണ്ണിന് ഹൈളുള്ള സമയത്താ ഇപ്പോഴാണ് അവൻ ലൈംഗിക ബന്ധത്തിന് ആവശ്യപ്പെടുന്നത്. അവിടെ അനുസരിക്കേണ്ട ആവശ്യമില്ല. അത് കാരണം അള്ളാഹ് ഹറാമാക്കിയല്ലേ, അതിനനുസരിക്കേണ്ട. അവിടെ നിഷൂസ് വരൂല. അല്ലെങ്കിൽ മറവിൻ, ഇപ്പൊ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആവശ്യപ്പെടുന്നു. ഇവൾ തീരെ സുഖമില്ലാതെ കിടക്കുകയാണ്,
അപ്പൊ അത് അവൾക്ക് പറയാം എനിക്ക് സുഖമില്ല എന്ന് പറയാ, അതിന്റെ പേരിൽ നുശൂസ് വരൂല. അപ്പോൾ ശാരീരികമായ രോഗം കൊണ്ടോ ഹൈവ് പോലെയുള്ള തടസ്സം കൊണ്ടോ ഉസുറുണ്ടെങ്കിൽ തരക്കടില്ല. ഇങ്ങനെ ഉസുറില്ലാത്ത സാഹചര്യത്തിൽ അവളുടെ ശരീരം കൊണ്ടുള്ള ഹലാലായ ഏത് തരത്തിലുള്ള ഉപയോഗത്തിനെ തൊട്ടും തടസ്സം നിൽക്കുന്നത് അത് പണക്കമായി കൂട്ടും. രണ്ടാമത്തത് ഹുറൂജിൻ മിൻ മസ്കനിൻ, വീട്ടിൽ നിന്നിട്ടും അവൾ പുറത്തു പോകുന്നു. എങ്ങനത്തെ വീട്? റളിയ ബിഇഖാമത്തിഹാ ഫീഹി, ആ വീട്ടിൽ താമസിക്കാൻ ഇവൻ തൃപ്തിപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഇവന്റെ വീടായാലും വേണ്ടിയില്ല, അവളുടെ സ്വന്തം വീടായാലും വേണ്ടിയില്ല, അവളുടെ വാപ്പന്റെ വീടായാലും വേണ്ടിയില്ല. കണ്ണൂർക്കാർക്കൊക്കെ സന്തോഷായി, മനസ്സിലായില്ലേ? അവൾ എവിടെ നിൽക്കാനാണോ ഇവൻ ഇഷ്ടപ്പെടുന്നത് ആ വീട്. അപ്പോ കണ്ണൂർക്കാരൊക്കെ സ്വന്തം വീടെടുത്ത് പോരുന്നത് വരെ ഭാര്യയുടെ സ്വന്തം വീട്ടിൽ നല്ല ഭാര്യയുടെ വാപ്പാന്റെ വീട്ടിലാണല്ലോ നിൽക്കുക, അതാണ് ഇഷ്ടം. ആയിക്കോട്ടെ, അതിന് പുറത്തു പോകണമെങ്കിൽ അവന്റെ സമ്മതം വേണോന്ന്. ഞങ്ങൾ മലപ്പുറത്തുകാരൊക്കെ സാധാരണ എന്താ ചെയ്യാ, നമ്മളെ വീട്ടിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാറ് നമ്മളെ വീടല്ല, നമ്മളെ വാപ്പാന്റെ വീടായിരിക്കും, വാപ്പാന്റെ വീട്ടിലേക്ക്. അവിടെയാണോ നിർത്തുന്നത്? എന്നാൽ അവിടെ നിന്ന് പുറത്തു പോകണമെങ്കിൽ അവന്റെ സമ്മതം വേണം. ഇനി സ്വന്തം വീടുണ്ടെങ്കിൽ എന്നും അങ്ങനെ. അപ്പൊ ഇവന്റെ സ്വന്തം വീടായാലും വേണ്ടില്ല, ഇവളുടെ വാപ്പാന്റെ വീടായാലും വേണ്ടില്ല, ഇവന്റെ വാപ്പാന്റെ വീടായാലും വേണ്ടില്ല. ഇവൾ എവിടെ നിൽക്കാനാണോ ഭർത്താവ് ഇഷ്ടപ്പെടുന്നത് ആ വീട്ടിൽ നിന്നിട്ട് പുറത്തു പോകാൻ പാടില്ല. എങ്ങനെ? ഇതിന് മിൻഹു, അവന്റെ സല്ലാതെ സമ്മതം നീങ്ങി പോകാം. ഉദാഹരണം, ഇവന്റെ വീട്ടിൽ താമസിക്കുന്നതിന്റെ ഇടയിൽ അവൾക്ക് അവളുടെ ഒരു ആങ്ങളയുടെ വീട്ടിലൊന്ന് പോകണം എന്നൊരാഗ്രഹം, അല്ലെങ്കിൽ അവളുടെ വാപ്പാന്റെ വീട്ടിലൊന്ന് പോകണം എന്നൊരാഗ്രഹം. സമ്മതം ചോദിച്ചു പോയിക്കോ, കുഴപ്പമൊന്നുമില്ല. സമ്മതം കൊടുത്താൽ പോകാം. അതിനിപ്പോ എപ്പോഴും സമ്മതം വാങ്ങിക്കൊള്ളുന്നുണ്ടോ? അതില്ല. അതല്ലെങ്കിൽ അവനിൽ നിന്നിട്ട് തൃപ്തി ഉണ്ടാവും എന്ന ഭാവനയുണ്ടെങ്കിലും ആവാം. അതില്ലാതെ ഒരു പക്ഷേ സമ്മതം വേണം, അതല്ലെങ്കിൽ അവന് തൃപ്തി ഉണ്ടാവും എന്ന ഭാവനയുണ്ടാവണം, എന്നാ പോകാം. അതില്ലാത്തോടത്തേക്ക് പോകാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഇവനും ഇവന്റെ ഒരു അളിയനും തമ്മിൽ രോഗ്യത്തിലല്ല. എന്ന് പറഞ്ഞാൽ അവളുടെ ഇവളുടെ ഭർത്താവും ആങ്ങളയും തമ്മിൽ എന്തോ ചെറിയ സൗന്ദര്യ പണക്കമുണ്ട്. അപ്പൊ അവന്റെ വീട്ടിലേക്കൊന്ന്, ഈ ആങ്ങളയുടെ വീട്ടിലേക്കൊന്ന് പോകണം എന്ന് ഈ സഹോദരിക്കൊരാഗ്രഹം. അപ്പൊ ഭർത്താവിനോട് ചോദിക്കണം. കാരണം എന്താ? അവനുമായിട്ട് ഭർത്താവ് സ്നേഹത്തിലല്ല. അപ്പൊ അവന്റെ വീട്ടിലേക്ക് പോകുന്നത് തൃപ്തിയുണ്ടോ എന്നറിയില്ല, അവിടെ ചോദിക്കണം. അതൊന്നുമില്ല, നല്ല രോഗ്യത്തിൽ തന്നെ പരസ്പരം പോക്കും വരവൊക്കെയുള്ളവരാണ്. എന്നാൽ ഓരോ പ്രാവശ്യവും പോകുമ്പോൾ പ്രത്യേകം ചോദിച്ചു കൊള്ളണം എന്ന് നിർബന്ധമില്ല. ചോദിച്ചാൽ നല്ലത് തന്നെ. ചോദിച്ചിട്ടില്ല, അവളുടെ വീട്ടിലേക്ക് പോകുന്നു. സാധാരണ അവര് തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോക്കും വരവും ഉള്ളതാണ്. അവിടെ ഭർത്താവിന്റെ സമ്മതം ഉണ്ടാവുമെന്ന ഒന്നുണ്ട്, എങ്കിൽ പോകാം. അപ്പോൾ പക്ഷേ സമ്മതം വേണം, അതല്ലെങ്കിൽ അവന് തൃപ്തി ഉണ്ടാവും എന്നുള്ള ഭാവന വേണം. ഈ രണ്ടാലൊന്നുണ്ടെങ്കിൽ പോകാം. അത് രണ്ടും ഇല്ലെങ്കിൽ പുറത്തു പോയാലും നുശൂസ് തന്നെയാണ്, അഥവാ ഇവരുടെ അവകാശങ്ങളെല്ലാം നഷ്ടപ്പെടും. പിന്നെ ബിലാലിൻ, ഇനി സമ്മതൊന്നും ഇല്ലാതെ തന്നെ പുറത്തു പോകേണ്ടി വരും. അതെങ്ങനെ? എതിറുണ്ടാവുമ്പോ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവൻ താമസിപ്പിച്ച വീട്ടിൽ അവൾക്ക് സുരക്ഷിതത്വത്തിന് ഭീഷണിയാണ്. ഉദാഹരണം, ആ വീട് പൊളിഞ്ഞു വീഴാറായിട്ടുണ്ട്, ഏത് സമയത്തും പൊളിയാം. അപ്പോ ഇവന്റെ സമ്മതം ചോദിക്കാൻ സൗകര്യം കിട്ടിയില്ല. എന്നാൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് അവൾക്ക് മാറാം. അവിടെ അവിടെ പണക്കാറ്റ് കൂട്ടൂല, കാരണം എതിറുള്ളതുകൊണ്ട്. അതല്ലെങ്കിൽ ഇവരുടെ ദേഹത്തിനോ അല്ലെങ്കിൽ ഇവരുടെ മാനത്തിനോ അല്ലെങ്കിൽ ഇവരുടെ സ്വത്തിനോ സുരക്ഷിതത്വത്തിന് ഭീഷണിയുണ്ട്. ഇവിടെ സാധാരണ കള്ളന്മാര് വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അതല്ലെങ്കിൽ ഇവിടെ ഇവളുടെ മാനം ഹനിക്കപ്പെടും. അങ്ങനെയാണല്ലോ ഇപ്പത്തേക്ക് പല വീടുകളുടെയും സാഹചര്യം. ഏട്ടനും മഞ്ചനും മറ്റോനും മർച്ചോനും ഒക്കെ ഒന്നിച്ച് ജീവിക്കാം. അപ്പോ അള്ളാനെപ്പേടിയും തഖ്വയും കുറവുള്ളത് കൊണ്ട് ഏട്ടന്റെ ഭാര്യയാണ്, അവനോട് നമുക്ക് സ്വന്തം പെങ്ങളെ പോലെ കാണല്ലാതെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതൊന്നുമില്ല. അങ്ങനെ ഈ ഭർത്താവിന്റെ ജ്യേഷ്ഠനിൽ നിന്ന് അല്ലെങ്കിൽ അനുജനിൽ നിന്ന് ആഖിർ സമാന്റെ ഇപ്പോ ചില പിതാക്കളിൽ നിന്ന് പോലും തന്റെ ചാരിത്രം ഭീഷണിപ്പെടും എന്ന് കണ്ടാൽ അവിടെ പെണ്ണിന് മാറി താമസിക്കുക, അവിടെ സമ്മതം വാങ്ങേണ്ട ആവശ്യമില്ല. അങ്ങനെ ദേഹത്തിനോ ധനത്തിനോ മാനത്തിനോ വല്ല അപകടവും സംഭവിക്കുമെന്ന് ഭയപ്പെടുന്ന സാഹചര്യം, അതാണ് എതിർ.
അങ്ങനെ ഉൾന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് കൊണ്ട് നുഷൂസ് വരൂല. അപ്പൊ എന്ത് വേണം? ഇവർ താമസിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് ഇഷ്ടപ്പെട്ട വീട്ടിൽ നിന്നും പുറത്തു പോകണമെങ്കിൽ ഒരുപക്ഷെ അയാളുടെ സമ്മതം വേണം, അതല്ലെങ്കിൽ തൃപ്തി ഉണ്ടാവും എന്നുള്ള ഭാവന വേണം, അതല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്നതിന് ചില എഴുതുകൾ ദേഹത്തിനോ ധനത്തിനോ മാനത്തിനോ അപകടം സംഭവിച്ചേക്കുമെന്നുള്ള പേടി ഭീഷണി നിലനിൽക്കുക. ഇങ്ങനെ എഴുതറോ ഉണ്ടെങ്കിൽ പുറത്ത് സമ്മതമില്ലാതെ പോകുന്നതോട് കുഴപ്പമില്ല. അല്ലാതെ പോയാൽ അത് നുഷൂസായി കൂട്ടും. അപ്പൊ ഇവന് അവളിൽ നിന്നിട്ട് ഹലാലായ സുഖഭോഗങ്ങള് രോഗം പോലെയുള്ള ഉസ്റ് കൊണ്ടോ ഹൈള് കൊണ്ടോ അല്ലാതെ ആവശ്യത്തിന് തടസ്സം നിൽക്കുകയോ സമ്മതമുണ്ടാവുമെന്നുള്ള ഭാവനയോ ഉസ്റോ ഇല്ലാതെ അവൻ താമസിക്കാൻ ഇഷ്ടപ്പെട്ട വീട്ടിൽ നിന്നിട്ടും അവൾ പുറത്തു പോവുകയോ ചെയ്യുമ്പോൾ അത് അനുസരണക്കേടായി കണക്കാക്കപ്പെടുകയും അതോടുകൂടി തൗബ ചെയ്ത് മടങ്ങി വരുന്നത് വരെ അവളുടെ അവകാശങ്ങളെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും. ഓക്കെ, മതി. ഇനി ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ അവിടെ കൃത്യമായി പാലിക്കേണ്ട, ഭാര്യമാർക്കിടയിൽ പാലിക്കേണ്ട കണിശമായ നീതി അത് ഏതൊക്കെ കാര്യങ്ങളെ ബാധിക്കും എന്നത് ആണ് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നാളെ ഓതാണെന്ന് ഇപ്പോൾ മതി. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സാരം സംശയം ചോദിച്ചുകൊണ്ടൊക്കെ അങ്ങനെ പോകാം. അല്ലാഹു തആല ഖൈറിലും റാഹത്തിലുമാക്കി തരുമാറാകട്ടെ. ദുആ വസിയത്തോടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും. മുകളിലെല്ലാം എടുക്കാത്ത കാണുന്നതാണ്. പിന്നെ എൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല. പിന്നെ ഈ ഒരു ആണും ഒരു അന്യ പുരുഷനും ഒരു അന്യ സ്ത്രീയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് നിൽക്കാൻ പാടില്ല എന്നുണ്ടല്ലോ, ആറാമാണെന്നുണ്ടല്ലോ. ഇവിടെ ഇപ്പൊ ഞാനൊക്കെ ഒരു ഹൗസ് ഡ്രൈവറായിട്ട് പണിയെടുക്കുന്ന ആളാണ്. അപ്പോൾ പിന്നെ അത് എങ്ങനെ അതിൽ വേറെ ഏതെങ്കിലും മദ്ഹബിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൽ ഇളവ് വല്ലതും ഉണ്ടോ എന്താന്ന് അറിയാൻ വേണ്ടിയാണ്. പിന്നെ അങ്ങനെ പണിയെടുക്കുമ്പോൾ ഈ ടാക്സി ഓടുന്ന ആൾ ഇങ്ങനെ ഇവർക്കൊക്കെ അത് ബാധിക്കുന്ന സംഗതിയാണല്ലോ, അതൊന്ന് അറിയാൻ വേണ്ടിയാണ്. അസ്സലാമു അലൈക്കും. ഒരളവും ആ വിഷയത്തിലില്ല. ഹറാമ് തന്നെയാണ്. ഒരു അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒരു സ്ഥലത്ത് ഖൽവത്ത് ചെയ്യാൻ മറ്റാരും ഇല്ലാതെ ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടെ. അപ്പൊ വണ്ടിയിലാണെങ്കിൽ ഒക്കെ പെട്ട് അത് മഹറമോ ഭർത്താവോ ഇല്ലാതെ അന്യൊരു പുരുഷനോടൊന്നിച്ച് ഒരു സ്ത്രീ യാത്ര ചെയ്യൽ ദീർഘയാത്രയല്ല, എത്ര ചെറിയ യാത്രയാണെങ്കിലും അത് കടുത്ത ഹറാമാ. ഒരു പക്ഷേ അവന്റെ കൂടെ അവന്റെ ഒരു മഹറാമ് അല്ലെങ്കിൽ അവളുടെ കൂടെ അവളുടെ ഒരു മഹറമ് ഉണ്ടായി, അങ്ങനെ വരാതെ ഇവനും ഇവളും മാത്രമായി ഒരു റൂമിൽ താമസിക്കുക, ഒരു വണ്ടിയിലാകുക, ഒന്നിച്ച് യാത്ര ചെയ്യുക, അതൊക്കെ ഹറാമാ. അതിന് വേറെ മദ്ഹബുള്ളതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്നല്ല, സഹീഹായ ഹദീസിൽ വളരെ വ്യക്തമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസുണ്ട്. മാ ഖലാ റജുലുൻ ബിംറഅത്തിൻ അജ്നബിയത്തിൻ ഇല്ലാ കാന സാലിസുഹുമുശ് ശൈത്താൻ. മഹറമല്ലാത്ത ഒരു പുരുഷനും സ്ത്രീയും ഒരു സ്ഥലത്ത് തനിച്ച് എപ്പോൾ ഒരുമിച്ച് കൂടുന്നോ അവർക്കിടയിൽ പിശാച് പ്രവേശിക്കാതിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അപ്പൊ അതിൽ ഒരു അളവ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഓക്കെ, മറ്റുള്ള മൈക്ക് എടുക്കണില്ല. ഏതായാലും ബാങ്ക് കൊടുത്താണ് വരാൻ പറ്റൂല ഉസ്താദെ. പിന്നെ ഒരു റേഡിയോ ശ്രോതാവ്, അദ്ദേഹത്തിന്റെ PC ഇല്ല, റേഡിയോ ശ്രോതാവ് ചോദിച്ചാണ്, ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ഒരു മുത്തവയാണ്. അപ്പൊ ഇന്നലെ രാത്രി ചോദ്യം വന്നതാണ്, ഹനഫി മദ്ഹബ് ഷാഫി മദ്ഹബ് അല്ലാത്ത മറ്റ് മദ്ഹബുകാരോട് തുടരുന്ന സമയത്ത് തുടർന്നു കഴിഞ്ഞാല് അവരെ സലാമിന് ശേഷം ഏതെങ്കിലും രൂപത്തിൽ ഈ ഷാഫി ആകുന്ന മാമൂമിന് സഹവിന്റെ സുജൂദിന്റെ രൂപം വരുമോ എന്നൊരു ചോദ്യം ഫോൺ ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്.
ഉസ്താദ് അവിടെ നിന്ന് അബൂഷാക്കർ ഉസ്താദിനോടൊന്ന് അവിടെ വിവരിക്കാൻ വേണ്ടി പറയണമെന്നും കൂടി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. മൈക്ക് വിടുന്നു ഉസ്താദ്. അദ്ദേഹം കേൾക്കുന്നുണ്ടായിരിക്കും റേഡിയോ ശ്രോതാവ്. ഒരു മുത്തവി സഹ്വിന്റെ സുജൂദ് സുന്നത്തുള്ള സ്ഥലം ധാരാളമുണ്ട്. ഏറ്റവും ചുരുങ്ങിയ സുബ്ഹി നിസ്കാരത്തിൽ ഹനഫി മദ്ഹബുകാരനോ ഹംബലി മദ്ഹബുകാരനോ ആയ ഇമാമിനോട് ഷാഫി മദ്ഹബുകാരനായ ഒരു മൗമൂമ് തുടർന്ന് നിസ്കരിച്ചാൽ അവൻ ഖുനൂത്ത് ഓതട്ടെ ഓതാതിരിക്കട്ടെ, രണ്ടായിരുന്നാലും മൗമൂമിന് ഇമാം സലാം വീട്ടിയതിന് ശേഷം സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താവുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഇവൻ ഒന്നാമത്തെ റക്അത്ത് ഇമാമിനോട് ഒന്നിച്ച് ഒന്നാം സുജൂദിൽ എത്തിയാല് ഖുനൂത്ത് ഓതൽ സുന്നത്തുണ്ട്. അങ്ങനെ സുന്നത്തുള്ള അടിസ്ഥാനത്തിൽ അവൻ ഖുനൂത്ത് ഓതി എന്ന് തന്നെ വന്നാലും ഇമാമ് സലാം വീട്ടിക്കഴിഞ്ഞാൽ സഹ്വിന്റെ സുജൂദ് സുന്നത്തുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇവൻ ഖുനൂത്ത് ഓതൽ സുന്നത്തുള്ളത് ഓനോതി, ഇവൻ സുജൂദ് ചെയ്യുന്നത് ഇമാമ് ഖുനൂത്ത് ഓതാത്തത് കൊണ്ട് വന്ന നഖ്സ്, ആ പോരായ്മ ഇമാമിന്റെ നിസ്കാരത്തിന്റെ പരിപൂർണത മൗമൂമിന്റെ നിസ്കാരത്തിന് ലഭിക്കുന്നത് പോലെ ഇമാമിന്റെ നിസ്കാരത്തിന്റെ പോരാത്തരങ്ങൾ അത് മൗമൂമിന്റെ നിസ്കാരത്തിലേക്കും ബാധിക്കും. അപ്പൊ ഇമാമ് ഖുനൂത്ത് ഓതാത്തതിനാൽ വന്ന പോരാത്തരം തന്നെ ബാധിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അപ്പൊ എന്നും സുബ്ഹി നിസ്കാരത്തിൽ ഹനഫി മദ്ഹബുകാരനോടോ ഹംബലി മദ്ഹബുകാരനോടോ തുടർന്ന് ഷാഫി മദ്ഹബുകാരൻ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ സഹ്വിന്റെ സുജൂദ് ചെയ്യൽ അവൻ ഖുനൂത്ത് ഓതിയാലും സുന്നത്താണ്, ഓതിയിട്ടില്ലെങ്കിലും സുന്നത്താണ്. കാരണം ഇമാമിന്റെ സഹ്വ് അഥവാ ഖുനൂത്ത് ഒഴിവാക്കിയതിനാൽ വന്ന ഈ പോരായ്മ, അതിലൂടെ തന്റെ നിസ്കാരത്തിന് വരുന്ന നഖ്സ്, ആ പോരായ്മ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സുജൂദ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? നമുക്കും ബാങ്ക് കൊടുക്കാൻ പോകാനായി, അതുകൊണ്ടാണ് മൈക്കിലേക്ക് വന്നത്. പിന്നെ ഒരു ചോദ്യം, ഉസ്താദ് ഹജ്ജ് മാസത്തിൽ കല്യാണം വെക്കുന്നതിൽ തെറ്റുണ്ടോ എന്നാണ് ചോദിച്ചത്. അത് ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. ഏത് മാസത്തിലും കല്യാണം കഴിക്കുന്നതിന് ഇസ്ലാമിൽ യാതൊരു വിരോധമില്ല. ഏത് ദിവസവും ആവാം, ഏത് മാസവും ആകാം, എന്നും അതിനൊരു തടസ്സമില്ല. പക്ഷേ ചില മാസങ്ങൾ, അതുപോലെ തന്നെ ചില ദിവസങ്ങൾ ചില മെച്ചമുള്ളുണ്ട്. അതാണ് അഫ്ളൽ എന്ന് പറയാം. ഉദാഹരണം നമ്മൾ മുമ്പ് ഓതിയല്ലോ, ശവ്വാൽ മാസം, അതായത് ചെറിയ പെരുന്നാൾ മാസം, ആ ഒരു മാസമാണ് നിക്കാഹ് ചെയ്യുന്നതിനും വീട് കൂടുന്നതിനും അഫ്ളൽ, ഉത്തമം എന്ന് പറഞ്ഞു. അത് വലിയ ബാക്കിയുള്ളതൊക്കെ മോശമാണെന്നുള്ള അർത്ഥത്തിനല്ല. എന്നതുപോലെ വെള്ളിയാഴ്ച അത് തന്നെ പള്ളിയിൽ വെച്ച് ജുമാക്ക് മുമ്പ്, ഇനി ആൾ കൂടുതൽ സൗകര്യമാണെങ്കിൽ ജുമാക്ക് ശേഷം, ഇങ്ങനെയാണ് ഏറ്റവും അഫ്ളൽ എന്ന് വെച്ചിട്ട് മറ്റു സമയങ്ങളിൽ മോശമാണെന്ന് അതിനർത്ഥമില്ല. എന്നതുപോലെ ഹജ്ജ് മാസത്തിലോ അല്ലാത്ത മാസത്തിൽ ഏത് സമയത്തും നിക്കാഹ് പാടില്ലാത്ത അല്ലെങ്കിൽ കല്യാണം പാടില്ലാത്ത ഒരു ദിവസവും ഇല്ല, ഒരു മാസവും ഇല്ല. എന്നാൽ ചില മാസങ്ങളിലും ചില ദിവസങ്ങളിലും ഉത്തമമാണ്. ആ നിരക്കല്ലാതെ പറ്റാത്തത് എന്നൊരു ദിവസം ഇസ്ലാമിൽ വിവാഹത്തിന് ഇല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, എന്നാലും ഹഖീഖ ഇറക്കുന്നതിനെ കുറിച്ചാണ്. ആദ്യത്തെ 2 കുട്ടികൾക്കും ഹഖീഖ ഇറത്ത്, മൂന്നാമത്തെ കുട്ടി ഏകദേശം 1 മാസത്തോളം ജീവിച്ച് പിന്നെ സുഖമില്ലാത്തതുകൊണ്ട് മരണപ്പെട്ടു. ഇപ്പൊ 4ാമത്തെ കുട്ടിക്ക് ഹഖീഖ ഇറക്കുമ്പോൾ ഈ 3ാമത്തെ കുട്ടിയെയും ഉൾപ്പെടുത്തേണ്ടതുണ്ടോ, അല്ല അത് മരണപ്പെട്ടത് കൊണ്ട് പിന്നെ അതിന് ഹഖീഖ ഇറക്കേണ്ടതില്ലേ എന്നാണ് ചോദ്യം. ഞാൻ മൈക്കോട്ടെ. അസ്സലാമു അലൈക്കും. തീർച്ചയായിട്ടും ആ കുട്ടിയെയും ഉൾപ്പെടുത്തണം. ജനിക്കുന്ന സമയത്ത് ജീവനുണ്ടെങ്കിൽ ഒരു പൂർണ്ണ മനുഷ്യന്റെ എല്ലാ വിധിയും ആ കുട്ടിക്ക് ബാധകമാണ്. ഏകദേശം സുഖമില്ലെങ്കിൽ പോലും 1 മാസത്തോളം ജീവിച്ചല്ലോ കുട്ടി. തന്നെയല്ല, അങ്ങനെയുള്ള കുട്ടികൾക്കാണ് പ്രത്യേക മുൻഗണന കൊടുക്കേണ്ടത്. കാരണം ചില മക്കൾക്ക് ഹഖീഖ അറക്കുകയും മറ്റ് ചില കുട്ടികൾക്ക് ഹഖീഖ അറക്കാതിരിക്കുകയും ചെയ്താൽ അൽ മൗലൂദു
മർഹൂനും ബി ഹഖീഖത്തിഹി എന്നൊരു ഹദീസ് ഉണ്ട്. ഒരു കുട്ടി അതിന്റെ ഹഖീഖത്ത് മേൽ പണയം വെക്കപ്പെട്ടതാണ്. എന്താണ് ഈ ഹദീസിന്റെ ആശയം എന്ന് വിശദീകരിച്ച് ഇമാമിങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല ആ ഹദീസിനെ വ്യാഖ്യാനിച്ചത്, ഹഖീഖത്ത് അർത്ഥ കുട്ടി ഒരു കുട്ടിക്ക് ഹഖീഖത്ത് അർക്കാതിരിക്കുകയും ചെയ്താൽ ഈ ഹഖീഖത്ത് അർക്കാത്ത കുട്ടിയുടെ ശഫാഅത്തിന് ഈ രക്ഷിതാവിന് അർഹത നഷ്ടപ്പെടുന്ന. അപ്പോ ചെറിയ പൈതലാവുന്ന സമയത്ത് മരണപ്പെടുന്ന കുട്ടി ഉമ്മവാപ്പമാർക്ക് എന്തായാലും ശഫാഅത്ത് ചെയ്യും. ഒരു മനുഷ്യന്റെ കുടുംബജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ചെറിയ പൈതല് മക്കൾ മരിച്ചു പോകുക എന്ന് പറയുന്നത്. അത് നമുക്ക് മനസ്സിന് വലിയ സങ്കടം ഉണ്ടാക്കുമെങ്കിലും അത് വലിയൊരു പ്രതീക്ഷയാണ് പരലോകത്ത്. കാരണം ഫറത്തുൽ അബവൈഹി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞത്. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോക്ക് മുൻകൂട്ടി നമുക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടു വെച്ച ഒരു വിരുന്നാണ്. അപ്പൊ നമ്മൾക്ക് വേണ്ടി ഉമ്മവാപ്പമാർക്ക് വേണ്ടി ഈ ചെറിയ കുഞ്ഞു മക്കള് ശഫാഅത്ത് ചെയ്യും. പക്ഷേ ബാക്കി മക്കൾക്കൊക്കെ അഖീഖ അറുക്കുകയും സാമ്പത്തികമായ ശേഷി ഉണ്ടായിട്ട് ഒരു കുട്ടിക്ക് അറക്കാതിരിക്കുകയും ചെയ്താൽ ആ കുട്ടിയുടെ ശഫാഅത്തിന് ഈ രക്ഷിതാവ് അർഹനല്ലാതായി പോകും. അപ്പൊ അതുകൊണ്ട് ഈ അറക്കുന്ന നാലാമത്തെ കുട്ടിക്ക് വേണ്ടി അറക്കുന്ന സമയത്ത് ഇനി പോത്തോ കാളയോ പോലത്തതാണെങ്കിൽ അതുകൊണ്ട് പൗതി ഒരു കുട്ടിക്കും കരുതി അറുത്താലും മതി. ഇനി സാമ്പത്തികമായി നിങ്ങൾക്ക് നല്ലോണം കഴിവുണ്ടെങ്കിൽ രണ്ടും വേറെ വേറെ തന്നെ അറക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇല്ലെങ്കിൽ 7 ആൾക്ക് വരെ ഉൾപ്പെടുത്താലോ. അപ്പൊ അങ്ങനെ ഏതായാലും ചെറിയ കുട്ടി 1 മാസം എന്നല്ല, ജനിക്കുന്ന സമയത്ത് ജീവനുണ്ടെങ്കിൽ ആ കുട്ടികൾക്കൊക്കെ പൂർണ്ണ മനുഷ്യന്റെ വിധിയാണ്. പേരിടണം, ഉബഹിയത്തറക്കണം, ഒക്കെ ഹഖീഖത്തറക്കണം ഒക്കെ വേണം. അപ്പോ ഇനി 4ാമത്തെ കുട്ടിക്ക് വേണ്ടി അറക്കുമ്പം കഴിയുമെങ്കിൽ രണ്ടിനും വേറെ വേറെ ഓരോന്ന് അറക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ 2 ആൾക്കും കൂടി കരുതിയിട്ട് ഒന്നിനറക്കുക. പോത്താവും കേട്ടോ. ആടാണെങ്കിൽ ഒരാൾക്ക് ഒന്ന് തന്നെ പറ്റുള്ളൂ, 2 ആൾക്ക് ഒന്ന് പറ്റൂല. ആടിന്റെ മേലുള്ള മൂരിയോ പോത്തോ പോലത്തതൊക്കെ ആണെങ്കിൽ 7 ആളെ വരെ ഉൾപ്പെടുത്താം. ഓരോന്ന് സ്വന്തം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് നല്ലത്. ഇല്ലെങ്കിൽ 2 ആൾക്കും കൂടി ഒന്ന് ചെയ്യണം. അസ്സലാമു അലൈക്കും ഉസ്താദ്, എന്റെ ചോദ്യം, ഈ ഫസ്ഖാക്കിയ വിവരം ഭാര്യ ആരെയാണ് അറിയിക്കേണ്ടത്? ഭർത്താവിനെ അറിയിക്കാൻ പറ്റുമോന്നറിയില്ല. അത് മഹലിലെ കാളിനെയാണോ അതല്ല നമ്മളെ നാട്ടിലൊക്കെ പേപ്പറിൽ പരസ്യം ചെയ്യണമാർക്ക് പരസ്യം ചെയ്താൽ മതിയോ എന്നൊന്നും അറിയാൻ വേണ്ടി എന്നെ മറുപടി പറഞ്ഞോ അറിയില്ല. ഞാൻ മൈക്കോട്ടു. അസ്സലാമു അലൈക്കും. ശരിക്ക് ഫസ്ഖ് ചെയ്യേണ്ടത് കോടതി മുഖേനയാണ്. അപ്പൊ സ്വാഭാവികമായും കോടതി വിധി ഉണ്ടാവും. അത് ആരും അറിഞ്ഞാലും വേണ്ടില്ല, അറിഞ്ഞിട്ടെങ്കിലും വേണ്ടില്ല. അപ്പൊ ഇതിന്റെ ഒരു പകർപ്പാട് വാങ്ങി വെച്ചാൽ മതി, ആവശ്യമുള്ളവർക്ക് ഹാജരാക്കാം. മനസ്സിലായില്ലേ? മഹല്ല് കാളി മുഖേനയാണെങ്കിൽ ഇപ്പോഴത്തെ കാളിമാർക്ക് ധൈര്യക്കുറവൈക്കാരം. ഏതായാലും മഹല്ല് കാളി മുഖേനയാണെങ്കിൽ മഹല്ല് കാളി, അല്ലെങ്കിൽ കാളി മുഖേന അല്ലെങ്കിൽ 2 സാക്ഷികൾ അറിഞ്ഞിരിക്കണം. അത്രയേ ഉള്ളൂ. അല്ലാതെ മറ്റൊരു അറിയിക്കലൊന്നും കടമയിൽപ്പെട്ടതല്ല. കാളിയോ അതിനെ കോടതിയാണ്. കാളിയാണെങ്കിൽ കാളിന്റെ അടുക്കൽ രേഖ ഉണ്ടാവും. അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ സ്വന്തം ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ 2 സാക്ഷി വേണം എന്ന് പറയാൻ കാരണം അതാണ്. ഈ സാക്ഷികൾ അറിഞ്ഞിരുന്നാൽ മതി. പിന്നീട് ഒരു പ്രശ്നം വരുമ്പോൾ ഈ സാക്ഷി മുഖേന ഞാൻ ഇത്രാം തീയതി ഫസ് ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെടുത്താൻ അവൾക്ക് കഴിയും. അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും ഉസ്താദേ, അക്കീക്കയുടെ മാംസം ഈ സാമ്പത്തികമായി കഴിവുള്ള അടുത്ത ബന്ധുവിന് കൊടുക്കാൻ പറ്റുമോ? അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആടിന്റെ എത്ര വയസ്സുള്ള ആടിനെയാണ് അക്കീക്കറക്കാൻ എടുക്കേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാമ്പത്തികമായി കഴിവുള്ളവരാണെങ്കിലും കുടുംബ ബന്ധത്തിൽപ്പെട്ടവരാണെങ്കിലും ഒക്കെ എല്ലാവർക്കും കൊടുക്കാം. കുറച്ച് സാധുക്കൾക്ക് കൊടുക്കണം എന്നുള്ളൂ. ഈ അർത്ഥ മാംസത്തിൽ നിന്നും കുറച്ച് ഭാഗം സാധുക്കൾക്ക് കൊടുക്കണം. ബാക്കിയുള്ളത് കുറച്ച് ഭാഗം നമ്മക്ക് തന്നെ എടുക്കുക. ബാക്കി കുറച്ച് ഭാഗം എന്താ പറഞ്ഞേക്ക് നമ്മളെ കഴിവുള്ളവരും ബന്ധുക്കളും ഒക്കെ ആയ ആളുകൾക്ക് കൊടുക്കുക. അതിനൊന്നും കുഴപ്പമില്ല. എന്തേ ഉള്ളൂ എന്ന് വെച്ചാൽ കുറച്ച് ഭാഗം പാവപ്പെട്ട സാധുക്കൾക്ക് മാംസമായിട്ട് കൊടുക്കുക. ബാക്കിയുള്ളത് നമുക്ക് കുറച്ചെടുക്കുക. അതുപോലെ തന്നെ ഇവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാം. ആടിന് നമ്മളെ നാട്ടിൽ കിട്ടുന്ന തരത്തിലുള്ള ആടിന് 2 വയസ്സ് തികയണം എന്നാണ് നിയമം.
ഇവിടെ കിട്ടുന്ന അറബി നാട്ടിലൊക്കെ കിട്ടുന്ന വടക്കേന്ത്യയിലും ചിലയിടത്തൊക്കെ ഉണ്ട് നെയ്യാട്. അതാണെങ്കിൽ 1 വയസ്സ് തികഞ്ഞാൽ മതി. അത് പക്ഷെ നമ്മളെ നാട്ടിൽ കേരളത്തിൽ സാധാരണ അത് ഉപയോഗിക്കുന്നത് കാണുന്നില്ല. ബാക്കിയുള്ള ആടിനൊക്കെ 2 വയസ്സ് തികഞ്ഞിരിക്കണം. കുട്ടിക്കാണെങ്കിലും അതന്നെ 2 വയസ്സ് തികഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പോത്തിനാണെങ്കിലും 2 വയസ്സ് തികഞ്ഞിരിക്കണം. ഒട്ടകത്തിനാണെങ്കിൽ അത് പോരാ, 5 വയസ്സ് ആവണം എന്നാകണം. അസ്സലാമു അലൈക്കും ഉസ്താദ്, നിക്കാഹിലുള്ള ഒരു സംശയം. കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയെ തന്റെ ഉപ്പ ചെറിയ പ്രായത്തിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ഇപ്പൊ അദ്ദേഹം ഹയാത്തിൽ ഉണ്ടോ ഇല്ലേ എന്ന് കുറെ കൊല്ലങ്ങളായി അറിയപ്പെടുന്നില്ല. വാപ്പയുടെ കുടുംബക്കാരാണെങ്കിലോ ആരുമില്ല. ആ അവസരത്തിൽ ഇവിടെ വലിയാകേണ്ടത്, ആ പെണ്ണിന് കല്യാണം കഴിക്കുമ്പോൾ വലിയാകേണ്ടത് ആരാണ്? അപ്പൊ ചിലർ പറയാറുണ്ട് അവിടെ ഖാദിക്കാണ്. ഖാദിയാണെങ്കിലോ ഈ ഖാദി ഇല്ലേന് ഈ മഹല്ലിന്. അപ്പൊ അവിടെ തഹക്കീം എന്ന് ചിലർ പറയാറുണ്ട്. എങ്ങനെയാണ് ഈ തഹക്കീമിന്റെ വിധി? തഹക്കീം ആണെങ്കിലും സവ്വജുതുക ബിന്തി എന്ന് പറയുന്ന സ്ഥലത്ത് ബിന്തിയുടെ സ്ഥാനത്ത് എങ്ങനെയാണ് ഉസ്താദ് പറയേണ്ടത്? വിട്ടു. അസ്സലാമു അലൈക്കും. വാപ്പ അപ്രത്യക്ഷനായി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടോ എന്ന് അറിയാത്ത സാഹചര്യത്തിൽ ഈ പെണ്ണ് താമസിക്കുന്ന പ്രദേശത്തെ ഖാളി ആരാണോ അദ്ദേഹമാണ് നിക്കാഹ് ചെയ്യേണ്ടത്. അകന്ന ബന്ധുക്കൾ അല്ല. ആള് മരണപ്പെട്ടു എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞെങ്കിലേ അകന്ന ബന്ധുക്കൾക്ക് അവകാശമുണ്ടാവൂ. അതിനിപ്പോ നിങ്ങൾ പറയുന്നത് ഈ കുട്ടിക്ക് ബാപ്പാന്റെ അടുത്ത ബന്ധത്തിൽപ്പെട്ട ആളുകളും ഇല്ല. ആയിക്കോട്ടെ, അങ്ങനെയും വരാ ചില അപൂർവം സന്ദർഭങ്ങളിൽ. ഇപ്പൊ മഹല്ലിൽ കാളില്ലാതെ വരുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് എപ്പം ഭൂമി മലയാളത്തിൽ അങ്ങനെ ഒരു നാടുണ്ടോ എന്ന് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഇപ്പൊ ആദ്യം എന്റെ ചൂട് മുളച്ചവരെ കേൾക്കുകയാണ്. ഇപ്പൊ കാളില്ലാത്തൊരു മഹല്ല് പണ്ടൊക്കെ ഇടക്കാലത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെ ഉണ്ടോ? ഉണ്ട് എന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. ഏത് നാടാണ് ഹബീബെ ഇപ്പൊ കാളില്ലാത്ത നാട്? അത് വല്ലാത്തൊരു നാടാണ്. ഇപ്പൊ മഹല്ലിന് മാത്രമല്ല, ജില്ലാ സംയുക്ത മഹല്ലിന് വരെ ഖാദിമാര് നിലവിൽ വന്ന കാലാണ്. ഏതായാലും ആട്ടെ, അങ്ങനെ ഏതോ ഒരു കൊങ്ങിലോ കൊയിലാണ്ടിയിലോ എവിടെയോ ഒരു ഭൂമി മലയാളത്തിലെ ഏതോ ഒരു മൂലയില് ഖാദില്ലാത്ത ഒരു മഹല്ല് ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ അവിടെ പിന്നെ തഹക്കീം ചെയ്യാണ് വേണ്ടത്. തഹക്കീം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഖാദില്ലാത്ത സ്ഥലത്ത് ദീനിയായ കാര്യങ്ങളിൽ നിക്കാഹുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളൊക്കെ അറിവുള്ള ഒരു പണ്ഡിതനെ സമീപിച്ച് ഈ കെട്ടുന്ന ചെറുക്കനും കെട്ടിക്കുന്ന പെണ്ണും ഒന്നിച്ച് ഈ വ്യക്തിയെ സമീപിച്ച് ഹക്കംനാക്ക എന്ന് പറയണം. അതായത് നിങ്ങളെ ഞങ്ങൾ ഹാക്കിമായി ഹാക്കിമായി നിശ്ചയിക്കുന്നു എന്ന് പുതിയാപ്പിളയും പറയണം, പെണ്ണും പറയണം. രണ്ടാളും കൂടി അങ്ങനെ തഹക്കീം ചെയ്ത് കഴിഞ്ഞാൽ അയാള് പറയേണ്ടത് എന്റെ മൗലിയത്തി എന്നാണ്, എന്റെ ബിന്ദി എന്നല്ല. സവ്വജ്തുക മൗലിയത്തി, എന്റെ അധികാരത്തിൽപ്പെട്ട, അവിടെ വിലായത്തിന് പറയാം അധികാരം, എന്റെ അധികാരത്തിൽപ്പെട്ട ഇന്ന പെൺകുട്ടിയെ നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു. അവിടെ ബിന്ദി എന്ന് പറയണമെങ്കിൽ വാപ്പയല്ലേ പറയാൻ പറ്റുള്ളൂ. കാളിയൊക്കെ പറയുമ്പോ മൗലിയത്തി എന്നാണ് സാധാരണ പറയുക. അതുപോലെ തന്നെ തഹക്കീം ചെയ്തവനും വിലായത്ത് വരായിന്ന്. അപ്പൊ എന്റെ അധികാരത്തിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ എന്നെ അധികാരപ്പെടുത്തിയ ആണല്ലോ ഈ പുതിയാപ്പിളും ചെക്കനും കൂടി അധികാരപ്പെടുത്തിയല്ലേ. എന്നെ അധികാരപ്പെടുത്ത ഈ പെൺകുട്ടിയെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തരുന്നു. കുട്ടിന്റെ പേര് പറഞ്ഞാൽ മതി, അയാള് അത് സ്വീകരിക്കുകയും ചെയ്യും. അതാണ് ബിന്ദി എന്ന് പറയുന്നത്. മകളായോടത്ത് മാത്രമാണ്. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ജ്യേഷ്ഠന്റെ മകളാണെങ്കിൽ എന്റെ ജ്യേഷ്ഠന്റെ മകളെ എന്ന് തന്നെ പറയണമല്ലോ, അല്ലെങ്കിൽ എന്റെ മകന്റെ മകളാണെങ്കിൽ മകന്റെ മകളെ എന്ന് തന്നെ പറയണം. അതേ സമയത്ത് ഖാദിയാണെങ്കിൽ എന്റെ അധികാരത്തിൽപ്പെട്ട എന്നാണ് പറയാം. അസ്സലാമു അലൈക്കും ഉസ്താദേ, ഈ ജുമുഅ ദിവസം ഖുതുബ നടന്നുകൊണ്ടിരിക്കുന്ന ഇമാം ഖുതുബ ഓതുമ്പോ ആൾക്കാർ വന്നിട്ട് നിസ്കരിക്കുന്നുണ്ട്. ആ ജുമുഅയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ആ സമയത്ത് പറ്റുമോ ഉസ്താദെ? അപ്പോ അതല്ലെങ്കിൽ തഹിയ്യത്ത് നിസ്കാരം മാത്രം പറ്റുമോ?
അതൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. ഖുത്ബയുടെ സമയത്ത് കേറി വരുന്ന ആളുകൾക്ക് പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ തഹിയ്യത്ത് സുന്നത്താണ്. അത് മാത്രം നിസ്കരിക്കാൻ പറ്റും. ബാക്കി ഫർളോ സുന്നത്തോ ആയ ഒരു നിസ്കാരവും ഇമാം ഖുത്ബയിൽ പ്രവേശിച്ചാൽ പിന്നെ നിസ്കരിക്കാൻ പാടുള്ളതല്ല, ഹറാമാണ്. എന്നാൽ തഹിയ്യത്ത് നിസ്കരിക്കാവുന്നതാണ്. പക്ഷെ ആ തഹിയ്യത്ത് നിസ്കരിക്കുന്ന പള്ളിന്റെ പുറത്ത് മുസല്ലരിച്ച് നിസ്കരിക്കുന്നവർക്ക് പറ്റൂല. പള്ളിന്റെ ഉള്ളിലല്ലേ തഹിയ്യത്തുള്ളൂ, അത് പറ്റും. പള്ളിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇരിക്കുന്നതിന് മുമ്പ് തഹിയ്യത്ത് നിസ്കരിക്കൽ മുഅക്കദായ സുന്നത്താണ്, അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. അത് ഖുത്ബ ഓതുന്ന സമയത്താണെങ്കിലും തഹിയ്യത്ത് നിസ്കരിക്കാം, മറ്റൊരു നിസ്കാരവും ആ സമയത്ത് പാടുള്ളതല്ല. കേൾക്കണ്ടല്ലോ അല്ലേ? ഒരു ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം സാറേ, ചെറിയ നമ്മളെ കൂട്ടുകാർ ഒരു മിസ്രി ബിരിയാണി കഴിച്ചതിന് ശേഷം സൗണ്ട് കേൾക്കുന്നില്ലേ? കൂട്ടാൻ വേണ്ടി പറയുന്നുണ്ടല്ലോ പോലെ. തീരെ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടർ ഒഴിവാക്കണം, കാരണം എനിക്കറിയില്ല അങ്ങനെ കൂട്ടാണ്. ഒരു കൂട്ടുകാരനെ ഇവിടെ കെയ്റോയിലുള്ള ഒരു കൂട്ടുകാരനെ ഈ ഒരു മിസ്രിയാണ് നമ്മളെ ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നി. അപ്പൊ അത് ബിരിയാണി കുക്ക് ചെയ്ത ആളോട് അദ്ദേഹം ചോദിച്ചു, ഇതിന്റെ ഈ ടേസ്റ്റ് വരാനുള്ള സിർ എന്താണ്? ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ഭക്ഷണം കഴിച്ചു നോക്കാണ്. അപ്പൊ അത് കുക്ക് ചെയ്ത ആൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിൽ പല സാധനങ്ങൾ ഇടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇടുന്ന കുറച്ച് സാധനങ്ങളുടെ പേര് പറഞ്ഞ കൂട്ടത്തില് അദ്ദേഹം പറഞ്ഞു കൊടുത്ത് ജൗസത്ത് തീബ് എന്ന് പറയുന്ന ഒരു സാധനം ഇടുന്നുണ്ട് വന്നു. നമ്മുടെ നാട്ടിൽ ജാതിക്ക എന്ന് പറയുന്ന സാധനമാണത്, ജൗസത്ത് തീബ്. അപ്പൊ അത് കേട്ടതിന് ശേഷം ഇവൻ തലകുലുക്കി വന്ന് പിന്നെ എന്നോട് വന്നിട്ട് ചോദിച്ച്, ഇങ്ങനെ ഒരു സംഭവം നടന്നു, ഞാനൊരു ബിരിയാണി കഴിച്ചിരിക്കും, നല്ല ഇഷ്ടപ്പെട്ട്. അപ്പൊ അതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തപ്പോ കുക്ക് ചെയ്ത ആൾ എന്നോട് പറഞ്ഞ് അതിലിടുന്ന സാധനങ്ങളുടെ കൂട്ടത്തില് ജൗസത്ത് തീബ് എന്ന് പറയുന്ന ഒരു സാധനം ഇടുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ആകെ വസ്വാസായി. കാരണം നമ്മൾ പഠിച്ച കിതാബിലൊക്കെ ജൗസത്ത് തീബ് മുസ്കിറായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ചില കിതാബുകളിൽ ജൗസത്ത് തീബിന് എണ്ണിട്ടുണ്ട്. നമ്മളെ മലയാളത്തിൽ പറയുന്ന ജാതിക്ക എന്ന് പറയുന്ന ഈ സാധനത്തെ അറബിയിൽ ജൗസത്ത് തീബ് എന്ന് പറയുന്ന ഈ സാധനത്തെ ചില കിതാബുകളിൽ മുസ്കിറിന്റെ ഉദാഹരണത്തിൽ എണ്ണിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് മുസ്കിർ അല്ലേ, ഹലാലാകുമോ എന്ന് ചോദിച്ചു. കേട്ടപ്പോ എനിക്ക് വസ്വാസായി. ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ മലബാറിലൊക്കെ ജൗസത്ത് തീബ് ഇടുന്നുണ്ട്, അഥവാ ജാതിക്ക എന്ന് പറയുന്ന സാധനം ഇടുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ മൗലവിമാരും ആലിമീങ്ങളൊക്കെ ധാരാളം ഉള്ളതാണ്, ഷാഫി മദ്ഹബ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് സാർവത്രികമായിട്ട് ഇട്ടുപോരുന്ന സ്ഥിതിക്ക് അത് ഹറാമിന്റെ പരിധിയിൽ വരാൻ ഏതായാലും സാധ്യത ഇല്ല എന്നുള്ള ഒരു താൽക്കാലിക മറുപടിയാണ് കൊടുത്തത്. അപ്പൊ അതിന്റെ ഹക്കീക്കത്ത് എന്താ ഉസ്താദേ? ഈ ജാതിക്ക എന്ന് നമ്മൾ പറയുന്ന ഈ സാധനം തന്നെയാണോ അറബിയിൽ ഇവർ പറയുന്ന ജൗസത്ത് തീബ്? ഇനിയാണെങ്കിൽ കിതാബിലൊക്കെ മുസ്കിറിന്റെ ഉദാഹരണത്തിൽ എണ്ണിയിട്ടുള്ള ഈ ജൗസത്ത് തീബ് അത് യഥാർത്ഥത്തിൽ മുസ്കിർ തന്നെയാണോ, അതല്ല വേറെ വല്ല സാധനമാണോ ഇത്? ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ട്, ഒരു തഹ്ഖീഖാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ്. ജസാക്കല്ലാഹു ഖൈറൻ. നീട്ടിപ്പോയെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്. ഇവര് എങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാ തോന്നുന്നത് ഈ അറബികള്. ജൗസത്ത് തീബ് എന്ന് പറഞ്ഞാൽ ജാതിക്കയും ജാതിപത്രിയും രണ്ടും ഒന്നിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സൗദി അറേബ്യയിലൊക്കെ പബ്ലിക് മാർക്കറ്റിൽ അത് വിൽക്കാൻ പാടില്ല. ഞാൻ അത് മാത്രമല്ല, കസ്കസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതും മുസ്കിറായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അത് കണ്ടാ പിടിക്കപ്പെടും. നമ്മുടെ നാട്ടിൽ കസ്കസ് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് വെള്ളത്തിലൊക്കെ. അതുപോലെ തന്നെ ജാതിക്കയും ജാതിപത്രിയും നമ്മൾ ഭക്ഷണത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അതിന് ലഹരി ഉള്ളതായി ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല ഈ രണ്ട് വസ്തുവിനും. കസ്കസിനും ലഹരി ഉള്ളതായി പ്രത്യക്ഷത്തിൽ നമ്മുടെ അനുഭവത്തിലൊന്നും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ജാതിക്കയായാലും ജാതിപത്രിയായാലും അതിനും തന്നെ ലഹരി ഉള്ളതായി പ്രത്യക്ഷത്തിൽ കണ്ടിട്ടില്ല. സാധാരണഗതിയിൽ തേനിൽ നിന്നിട്ട് ലഹരി ഉണ്ടാക്കുന്നുണ്ടല്ലോ. തേന് തന്നെ ഒരു പരിധി വിട്ട് കൂടുതൽ കഴിച്ചാൽ അത് സ്വന്തം തന്നെയും ലഹരിയുണ്ട്. ആ കൂട്ടത്തിലാണെങ്കിൽ ഈ പറയുന്ന ജാതിപത്രിയും ജാതിക്കയും ഒന്നും സ്വന്തം സാധാരണഗതിയിൽ ഉപയോഗിച്ചാൽ ലഹരി വരാത്ത വസ്തുവാണ്. അതുകൊണ്ട് ലഹരി വസ്തുവായിട്ട് അതിനെ
ഈ ജാതിക്കയും നമ്മളെ നാട്ടിൽ ഉപയോഗിക്കുന്ന ജാതിക്കയും ജാതിപത്രിയെയും കാണാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ നാട്ടിലെ ആലിമീങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ഉപയോഗിക്കുന്നത്. കാരണം അതിന് ലഹരിയുടെ ഒരു അനുഭവപ്പെട്ടതായി ആർക്കും കണ്ടിട്ടില്ല. അതേസമയത്ത് കണക്കിലേറെ ഉപയോഗിച്ചാൽ, ഒരു പക്ഷേ ചിലപ്പോൾ തേൻ കണക്കിലേറെ ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാകുന്നത് പോലെ കണക്കിലേറെ ഉപയോഗിച്ചാൽ ഉണ്ടാവുന്നുണ്ടായിരിക്കാം. അതല്ലാതെ അതിനെപ്പറ്റി കൂടുതൽ അതിനെപ്പറ്റിയിട്ടുള്ള തഹഖീഖ് ആ വിഷയത്തിൽ എന്റെ അടുക്കലും ഇല്ല. സൗദി അറേബ്യയിൽ വ്യാപകമായി തന്നെ ഈ രണ്ടും, കസ്കസ് എന്ന് പറയുന്ന നമ്മൾ വെള്ളത്തിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. കസ്കസ് കാണാൻ പാടില്ല, പബ്ലിക് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റൂല, പിടിക്കപ്പെടും. അതുപോലെ തന്നെ ജാതിക്കയും ജാതിപത്രിയും കാണാൻ പാടില്ല, കണ്ടാ പിടിക്കപ്പെടും. കാരണം ഓരോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനൊക്കെ ലഹരി ഉണ്ട് എന്ന്. പക്ഷെ നമ്മളതിന്റെ ലഹരി കണ്ടിട്ടില്ല, നമ്മളെ നാട്ടിൽ അത് ഉലമാക്കൾ ഉപയോഗിക്കുന്നു കണ്ടിട്ടുണ്ട് എന്നതല്ലാതെ അതിനെ പറ്റിയിട്ടുള്ള തഹഖീഖ് എന്റെ കയ്യിലില്ല. അസ്സലാമു അലൈക്കും. ഉസ്താദേ, ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് പെൺകുട്ടിയുടെ പിതാവ് എത്താമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് അദ്ദേഹം അവിടെ എത്തിയില്ല. അദ്ദേഹത്തെ ഫോൺ വിളിച്ചിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നുമില്ല. ആ സമയത്ത് പെൺകുട്ടിയുടെ സഹോദരന് ഇത് നിക്കാഹിന്റെ വാദം ചൊല്ലിക്കൊടുക്കാൻ കഴിയുമോ? ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം. ഇല്ല, അത് പറ്റൂല. പിതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സ്ഥലത്തില്ലാത്ത പിതാവ് വക്കാലത്താക്കിയിട്ടുണ്ടെങ്കിൽ ആ വക്കീലിന് നിക്കാഹ് ചെയ്തു കൊടുക്കാം. ഇല്ലെങ്കിൽ മഹല്ല് ഖാദിക്കാണ് പിന്നെ അതിന്റെ അധികാരം. അകന്ന രക്ഷിതാക്കൾക്ക് അവകാശം വരണമെങ്കിൽ അടുത്ത രക്ഷിതാവ് ഇല്ലാതിരിക്കുകയോ അദ്ദേഹം മാനസിക രോഗിയാവുകയോ വേണം. അതില്ലാത്ത സാഹചര്യത്തിൽ ആള് നിലവിലുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ആൾക്ക് എത്താൻ പറ്റുന്നില്ല. വക്കാലത്തുണ്ടെങ്കിൽ വക്കീലിനാവാം. വക്കാലത്ത് ഏൽപ്പിച്ചിട്ടും ഇല്ല എങ്കിൽ പിതാവിന് എത്തിപ്പെടാൻ പറ്റാത്ത തടസ്സങ്ങൾ നേരിട്ടാൽ അവിടെ ഖാദിയാണ് നിക്കാഹ് ചെയ്യേണ്ടത്, സഹോദരൻ അല്ല. അസ്സലാമു അലൈക്കും. ആരും എടുക്കാത്തതുകൊണ്ടെടുത്താണ്. പിന്നെ സാർ നേരത്തെ ചോദ്യത്തിനോട് അനുബന്ധമായിട്ട് തന്നെയാണ് ഈ അങ്ങനെ ഈ ഹൗസ് ഡ്രൈവറൊക്കെ ആയിട്ട് പണിയിൽ ഹറാമ് വരുമെന്ന് കണ്ടാൽ അപ്പം നമ്മളെ സമ്പാദ്യം ഹറാമോ, അപ്പം നമ്മളെ കുടുംബത്തിനൊക്കെ കൊടുക്കുന്ന ഭക്ഷണം ഇത് ഹറാമായിട്ട് മാറോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. അസ്സലാമു അലൈക്കും. ഹൗസ് ഡ്രൈവർ എന്ന് പറയുന്ന തൊഴിൽ ഹറാമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അതിൽ മഹറമില്ലാതെ പെണ്ണ് മാത്രം, ഈ ഡ്രൈവറും പെണ്ണും മാത്രം യാത്ര ചെയ്യുന്ന അത് ഹറാമാണെന്നല്ലാതെ എപ്പോഴും ഇപ്പൊ അത് മാത്രമല്ലല്ലോ. ചിലപ്പം അവിടെ മഹറമിന്റെ കൂടെ യാത്ര ഉണ്ടാവും, അപ്പൊ ഹറാമില്ല. അതല്ലെങ്കിൽ വിശ്വസ്തരായിരിക്കുന്ന കുറെ സ്ത്രീകളുണ്ട്, ദൂരയാത്രയല്ല, എന്നാലും പ്രശ്നം അത്ര ഹൽവത്ത് വരുന്നില്ല. ഈ ഹൽവത്ത് വരുന്നതാണ് അതിലെ ഏറ്റവും പ്രശ്നം. അത് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഹറാമ് തന്നെയാണ്. ഹൽവത്ത് വരുന്ന എന്ന് പറഞ്ഞാൽ അന്യ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരുമിച്ച് കൂടുന്ന സാഹചര്യം വരുന്നുണ്ടെങ്കിൽ അത് ഹറാമ് തന്നെയാണ്. ആ ഹറാമിനോട് മാത്രം അതിനായിട്ട് ഒരു പെണ്ണിനെ കൊണ്ടുപോകാൻ മാത്രം ഓളൊറ്റയ്ക്കന്നെ യാത്ര ചെയ്യുന്നുള്ളൂ എങ്കിൽ ആ തൊഴിൽ ഹറാമ് തന്നെയാണ്. അതിലൂടെ കിട്ടുന്നത് ഹറാമായ തൊഴിലിലൂടെ സമ്പാദിക്കുന്നതും ആണ്. അസ്സലാമു അലൈക്കും. ഒരു സംശയം കൂടി. നിക്കാഹിന് മുമ്പ് വലിയനും അതേപോലെ പുതിയാപ്പിളക്കും സുന്നത്ത് നിസ്കാരമുണ്ട്. അത് വലിയന് ഉണ്ടോ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യാൻ പറ്റില്ല. ഞാൻ മൈക്കോട്ടെ. അസ്സലാമു അലൈക്കും. വലിയ പ്രത്യേകം സുന്നത്തുണ്ടോ എന്ന് ഞാൻ ഇപ്പോൾ ഓർമ്മയിലില്ല. ഏതായാലും ഒരു ഹൈറായ കാര്യം, ഏത് നല്ലൊരു കാര്യം ചെയ്യുന്നതിന്റെയും മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് ആ കാര്യത്തിൽ പ്രവേശിക്കുന്നത് ഏതായാലും ഹൈറാണ്. പക്ഷേ ഇവിടെ പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു സുന്നത്തുണ്ടോ എന്നത് ഇപ്പോൾ എന്റെ ഓർമ്മയിലില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മിനിയാന്ന് ചോദിച്ച ചോദ്യത്തിന്റെ ഉപചോദ്യമായിട്ടാണ്, അഥവാ കുട്ടികളെ എടുത്തുകൊണ്ട് ഇഹ്റാം ചെയ്യുന്ന ആ വിഷയത്തില് അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട്, അന്ന് അറിവില്ലാത്തത് കൊണ്ട് അങ്ങനെ കുട്ടിയെ എടുത്തുകൊണ്ട് രണ്ടാക്കൂടി നിയത്ത് വെച്ചുകൊണ്ട് ചെയ്തു. എന്നാൽ ആരുടേതാണ് സ്വീകരിക്കപ്പെടുക? രണ്ടാളുടെയും സ്വീകരിക്കപ്പെടൂല. രണ്ടാളുടെ തവാഫും സ്വീകരിക്കപ്പെടില്ല, സയ്യും സ്വീകരിക്കപ്പെടൂലേ? അല്ല, ആരെങ്കിലും ഒരാളുടേത് സ്വീകരിക്കുകയാണെങ്കിൽ ആ നടക്കുന്ന ആളുടേതാണ് സ്വീകരിക്കുക, മറ്റവർക്ക് വേണ്ടിയിട്ട്, ആ സ്വീകരിക്കപ്പെടാത്തവർക്ക് വേണ്ടിയിട്ട് കുട്ടിയുടേതാണെങ്കിൽ എന്താണ് അതിൽ ഇനി എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അത് അവർക്ക് അറിയില്ലാത്തത് കൊണ്ട് അവർ ചെയ്തതാണ്. കുട്ടിയെ എടുത്തുകൊണ്ട് അവർ തവാഫും ഇതും ചെയ്തു, രണ്ടാക്കും ഇറാന്ന് നിയത്ത് വെച്ചുകൊണ്ട്.
അപ്പോ ഇനി എന്താണ് അതിന് ചെയ്യേണ്ടത് എന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാക്കൂടിയും കരുതിയിട്ട് കുട്ടിനെ എടുത്തുകൊണ്ട് തവാഫ് സയ്യും ചെയ്താൽ ചെയ്ത രക്ഷിതാവിന്റെ തവാഫും സയ്യും സയ്യാവും, കുട്ടിൻ്റെത് ബാക്കിയുണ്ടാവും. കുട്ടിക്ക് വേണ്ടി വേറെ തവാഫും സയ്യും പിന്നീട് ചെയ്യണം, എങ്കിലേ കടമ വീടുള്ളൂ. ഇനി വേറെ വല്ല മദ്ഹബിലും അങ്ങനെ എടുത്തുകൊണ്ട് ചെയ്താൽ രണ്ടാളുടേതും വീടോ എന്നുള്ളത് ഉണ്ടെങ്കിൽ അത് അതിനെപ്പറ്റി അറിയുന്ന ആളുകളോട് ആരോടെങ്കിലും ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഹനഫി മദ്ഹബിനെ പറ്റി പരിചയമുള്ള ആളുകളോട് ആരോടെങ്കിലും ചോദിച്ചാൽ അങ്ങനെ എടുത്തുകൊണ്ട് ജാഹിലികളോട് വെച്ചിട്ടില്ല, അതിനെപ്പറ്റി ഇൽമുള്ള ഏതെങ്കിലും ഉസ്താദന്മാരോട്, ഹനഫി മദ്ഹബുകാരായ ഉസ്താദന്മാരോട് ചോദിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ മതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യത്തിന് അങ്ങനെയൊക്കെ ഒപ്പിക്കാൻ പറ്റും. ഷാഫി മദ്ഹബ് അനുസരിച്ച് ആ കുട്ടിയുടെ തവാഫും സയ്യും രണ്ടും പൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് കുട്ടി ഇഹ്റാമിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് കുട്ടിക്ക് വേണ്ടി വേറെ തവാഫും സയ്യും രണ്ടാമത് ഇനി ചെയ്യിക്കണം. അതിന്റെ പുറമെ അതിനുശേഷം വന്ന മുടി കളയല്, നിറമുറിക്കൽ പോലത്തതൊക്കെ ഹറാമിൽ സംഭവിച്ചതാണ്, ഫിദിയ വേണ്ടി വരും എന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഷാഫി മദ്ഹബ് അനുസരിച്ച്. ഇനി ഇളവ് വല്ലതും കിട്ടുന്ന വല്ല ഹനഫി മദ്ഹബോ മറ്റോ അനുസരിച്ച് വല്ല ഇളവോ ഉണ്ടോ എന്നറിയാൻ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഉസ്താദന്മാരോട് ചോദിച്ചു നോക്കലാണ് അതിനുള്ള പരിഹാരം. ഹലോ, അസ്സലാമലൈക്കും ഉസ്താദേ. എനിക്കൊരു ചോദ്യം. എൻ്റെ വാപ്പ മരിക്കുന്നതിന് മുമ്പ് തറവാട് പൊളിച്ച് പുതിയ വീട് പണിതത്, തറവാടായിട്ട് തന്നെ. അതിനു വേണ്ടി ബാങ്കിൽ നിന്ന് 2 ലക്ഷം റുപ്യ ലോൺ എടുത്തിരുന്നു. വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് ഒരു കരാറ് എഴുതി വെച്ചിരുന്നു. അങ്ങനെ വീട് പണി കഴിഞ്ഞിട്ട് ലോൺ അടക്കുകയും സഹോദരങ്ങൾക്കും ഉമ്മാക്കും കൊടുക്കേണ്ട ഓഹരി കൊടുക്കുകയും ചെയ്താൽ പുതിയ വീടും പുരയിടും എൻ്റെ പേരിൽ ആക്കാന്ന് ഒരു കരാർ എഴുതിച്ചിരുന്നു. എല്ലാ സഹോദരന്മാരും ഉമ്മയും എല്ലാവരും ഒപ്പിട്ട് സമ്മതിക്കുകയൊക്കെ ചെയ്തു. വാപ്പ 2 കൊല്ലം മുന്നേ മരണപ്പെട്ടു. അതിനു മുമ്പ് അദ്ദേഹം ആ ലോണ് എനിക്ക് വേണ്ടി അടച്ചു തീർത്തിട്ടുണ്ട്. പൈസ ഞാന് മടക്കി കൊടുക്കണമല്ലോ. വാപ്പാക്ക് തിരിച്ച് എങ്ങനെ ഏത് ഇതിലാണ് കൊടുക്കേണ്ടത്? ഉമ്മാന്റെ ഹജ്ജിന് എന്റെ ചെലവിലേക്ക് കൊടുക്കാൻ പറ്റുമോ, അതോ ആ പണം പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങളുടെ മൈക്കിന് വല്ലാതെ കട്ട് വന്നാണ്, ഇടയ്ക്കിടയ്ക്ക് കട്ട് വന്നുകൊണ്ടിട്ടായിരുന്നു, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ശരിക്കും വ്യക്തമായിട്ടില്ല. കുടുംബ വീട് പുനർനിർമ്മാണം നടത്തിയപ്പോ കടുത്ത ഹറാമായ 2 ലക്ഷം ലോണും കൂടി വാങ്ങിയിട്ടാണ് വീടെടുത്തത്. അല്ലാഹു പുറത്തു തരട്ടെ. തൗബ ചെയ്യൽ വുജൂബായ സബഉൽ മൂബിഖാത്ത് എന്ന് പറയുന്ന എല്ലാ നന്മകളെയും നശിപ്പിക്കുന്ന വൻദോഷങ്ങളിൽപ്പെട്ട മഹാപാപമാണ് പലിശ വാങ്ങലും കൊടുക്കലും. ലോണ് എന്നൊക്കെ പറയുമ്പോ എന്തോ ഒരു ലാഘവത്തോടു കൂടിയാണ് നമ്മളെ മുസ്ലിംകളായ ചില സഹോദരങ്ങൾ ആ വിഷയത്തെ കാണുന്നത് എന്നത് വളരെ ദുഃഖകരമാണ്. വീട് അല്പം വലിപ്പം കുറഞ്ഞാലും മോടി അല്പം കുറഞ്ഞാലും നരകത്തുനിന്ന് കുറച്ചൊക്കൊന്ന് കരറ്റി കിട്ടാനുള്ള മാർഗം അതാണ്. വീട് ഇവിടെ വെച്ച് ബാക്കി നമ്മൾ മരിച്ച് നമ്മൾ ഖബറിൽ പോയി കഴിഞ്ഞാൽ ഈ സബുൽ മൂബിഖാത്താവുന്ന മഹാകുറ്റത്തിന് അറ്റമില്ലാത്ത കൊല്ലങ്ങൾ നരകത്തിൽ കടന്ന് വിറക് കൊള്ളികളെ പോലെ കത്തിയെരിയേണ്ട നാം, നമ്മളെ കുടുംബം എന്നിട്ട് അതിൽ സൂഹിക്കുക. പിന്നെ എന്തൊരു സങ്കടകരമായ അവസ്ഥയാണ്. പടച്ചോനെ ഈ സമുദായത്തെ നീ സലാമത്താക്കണേ എന്ന് ദുആ ചെയ്യല്ലാതെ
എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത് എന്നാ? ഈ ലോൺ എടുത്തുകൊണ്ട് വീടെടുക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അതിനെക്കാട്ടിലും നല്ലൊരു കടത്തണ്ണി കിടന്നുറങ്ങിക്കൂടെ? ഒരു മാനക്കേട് ഉണ്ടാവുന്നല്ലാതെ നരകത്ത് പോകേണ്ടി വരില്ലല്ലോ ആരാന്റെ കടത്തണ്ണി കിടന്നുറങ്ങിയാല്. അത് അടച്ചു വീട്ടി കൊണ്ട് കുറ്റത്തുനിന്ന് ഒഴിവാകുന്നിട്ട് വിചാരിക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും? സബഉൽ മൂബിഖാത്തിൽപ്പെട്ട കുറ്റാണ് പലിശ വാങ്ങലും കൊടുക്കലും. എന്നിട്ട് അങ്ങനെ പലിശക്ക് പണം എടുത്തുകാണ്ട് പേരെ നിസ്കരിക്കേണ്ടതില് എന്താണ് കാട്ട്? മസാല അതൊന്നുമല്ല, ചോദിച്ച മസാല അതൊന്നുമല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈ കടം വീട്ടി പിന്നെ ബാക്കി ഉമ്മാക്കും സഹോദരങ്ങൾക്കും കൊടുക്കാനുള്ളത് കൊടുത്താൽ വീടിന്റെ ഉടമാവകാശം തനിക്ക് തരാം എന്ന് നേരത്തെ ഇവരൊക്കെ സമ്മതിച്ച് ഒപ്പിട്ട കരാറുണ്ട്. ആ കരാറിൽ ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ കരാറ് പാലിക്കാവുന്നതാണ്. എന്നാൽ ഈ കാശ് ബാപ്പനെ അടച്ചു വീട്ടിയതായതുകൊണ്ട് ഈ മുടക്കിയ 2 ലക്ഷം എന്ന് പറയുന്ന കാശ് ആർക്ക് കൊടുക്കണം? ബാപ്പാന്റെ സ്വത്തല്ലേ? ബാപ്പാന്റെ സ്വത്ത് ആർക്കൊക്കെ അവകാശം കിട്ടുമോ ആ അവകാശികൾക്കൊക്കെ ആ അവകാശത്തിന്റെ കണക്കനുസരിച്ച് വീതിച്ചു കൊടുക്കേണ്ടതാണ്. അല്ലാതെ ഉമ്മാക്ക് മാത്രം ഹജ്ജിന് പോകാൻ വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഉമ്മാന്റെ മാത്രം അവകാശമല്ല. വാപ്പ മരണപ്പെട്ടപ്പോൾ വാപ്പാക്ക് കൊടുക്കാനുണ്ടായിരുന്ന നിങ്ങളുടെ കടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വാപ്പന്റെ വീട്ടിൽ കൊണ്ട് നിങ്ങൾക്ക് വീട് വരുമ്പോൾ അത് നിങ്ങൾ കൊടുക്കേണ്ട പൈസയാണ്. ഈ കടം ഇനി നിങ്ങൾ വീട്ടേണ്ട, വാപ്പ ജീവിച്ചിരിപ്പില്ല, വാപ്പ മരണപ്പെട്ടപ്പോൾ വാപ്പക്ക് കൊടുത്തു വീട്ടേണ്ട കടം ഇപ്പോൾ വാപ്പ മരിക്കുന്ന സമയത്ത് ആരൊക്കെയായിരുന്നു അനന്തരാവകാശികൾ എങ്കിൽ അവർക്ക് കിട്ടുന്ന വിഹിതം ഓരോരുത്തർക്കും എത്രയാണോ അതിന് തുല്യമായ വിഹിതം ഈ സംഖ്യ അവകാശികൾക്കൊക്കെ അവകാശപ്പെട്ടതാണ്. അത് അവരൊക്കെ പൊരുത്തപ്പെട്ടൊക്കെ പ്രായപൂർത്തിയെത്തിയവരുമാണ്. അവർക്കൊക്കെ പൊരുത്തപ്പെട്ട് ആ സംഖ്യ ഉമ്മാക്ക് കൊടുക്കാം എന്നെല്ലാവരും കൂടി സമ്മതിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അനന്തരാവകാശികളുടെ സ്വത്തിൽപ്പെട്ടതാണത്. വാപ്പ മരിച്ചപ്പോൾ ആരൊക്കെ അവകാശികൾ ഉണ്ടായിരുന്നോ അവർക്കൊക്കെ അതിൽ അവകാശമുണ്ട്. അവർക്കൊക്കെ അവരുടെ വിഹിതപ്രകാരം കൊടുക്കണം എന്നതാണ് നിയമം. പക്ഷെ അവരൊക്കെ പ്രായപൂർത്തിയെത്തിയവരും അവർ മനസ്സറിഞ്ഞുകൊണ്ട് അത് ഉമ്മാക്ക് ഹജ്ജിന് പോകാൻ വേണ്ടി കൊടുക്കുക എന്ന് എല്ലാവരും കൂടി തീരുമാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അസ്സലാമു അലൈക്കും. കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? ഉസ്താദെ, എനിക്കുള്ള സംശയം, ഈ ഹക്കീക്ക അറുത്ത് കൊടുക്കുന്ന സമയത്ത് രണ്ട് കുട്ടികളായ സമയത്ത് ഹക്കീക്ക അറുത്ത് കൊടുക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ കുട്ടികൾക്ക്, ഒരു കുട്ടിക്ക് 20 വയസ്സും ഒരു കുട്ടിക്ക് 18 വയസ്സുമായി. അപ്പൊ ഒരു പോത്തിന് 2 പേർക്കും കൂടി അറുത്ത് കൊടുത്താൽ മതിയോ അതോ 2 പേർക്കും സെപ്പറേറ്റ് അറുത്ത് കൊടുക്കേണ്ടി വരുമോ? ആടിനെ കൊടുക്കുകയാണെങ്കിൽ എത്ര വെച്ച് കൊടുക്കേണ്ടി വരും സാർ? അതിന് മറുപടി പറഞ്ഞാൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കുട്ടികൾക്ക് പ്രായപൂർത്തി എത്തിയത് കൊണ്ട് ഇനി അത് ചെയ്യേണ്ടത് കുട്ടികൾക്ക് കഴിവുണ്ടെങ്കിൽ അവർ തന്നെയാണ്. രക്ഷിതാവിന് അക്കീക്ക അറുക്കാനുള്ള കടമ കുട്ടി ജനിച്ചോടം മുതൽ കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നത് വരെ ആണ്. അതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ മക്കൾക്ക് കഴിവുണ്ടെങ്കിൽ അവർക്ക് സ്വയം ചെയ്യാവുന്നതാണ്. ഇനി അവരോട് സമ്മതം വാങ്ങി അവരുടെ അനുവാദത്തോടു കൂടി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല. ചുരുങ്ങിയത് ഒരാൾക്ക് ഒരാട് എന്നതാണ് ഏറ്റവും ചുരുങ്ങിയ രീതി. അതിൽ കുറഞ്ഞാൽ പറ്റൂല. അപ്പൊ 2 കുട്ടികൾക്ക് 2 ആട്, 2 വയസ്സ് തികഞ്ഞ ഒരാട് ഒരു കുട്ടിക്ക്, മറ്റേ കുട്ടിക്ക് അതുപോലെ തന്നെ 2 വയസ്സ് തികഞ്ഞ ഒരാട്. അതാണ് ഏറ്റവും ചുരുങ്ങിയ രീതി. ഇനി വേണമെങ്കിൽ ഒരു മാട് അഥവാ ഒരു കാളയോ പോത്തോ ഒക്കെ 2 വയസ്സ് തികഞ്ഞത് 2 കുട്ടികൾക്കും കൂടി ഒന്നായാലും മതി. പക്ഷേ കുട്ടികൾക്ക് പ്രായപൂർത്തി എത്തിയതോടുകൂടി നിങ്ങളുടെ കടമ തീരുകയും കുട്ടികളുടെ ബാധ്യതയിൽ വരികയും ചെയ്യും. കുട്ടികൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് തന്നെ ചെയ്യണം എന്ന ഉദ്ദേശമുണ്ടെങ്കിൽ കുട്ടികളോട് സമ്മതം വാങ്ങി അവരുടെ സമ്മതപ്രകാരം അവർക്ക് വേണ്ടി നിങ്ങൾക്ക് ഇറക്കാവുന്നതും ആണ്. ഒരു ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യൻ വന്നിട്ട് ഇപ്പൊ ഒരാളെടുത്ത് പറയുന്ന എന്റെ
കടങ്ങളൊക്കെ വീടി നിനക്കൊരു 5 ലക്ഷം ഉറുപ്പ് തരാം എന്നിങ്ങനെ ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ പറയുമ്പോൾ ശരിയാണല്ലോ ഇത്? നമ്മളെ കടമൊക്കെ വീടി അവന്റെ പൈസയും വാങ്ങി കടമൊക്കെ വീടിയതിന്റെ ശേഷം ഒരു കുറഞ്ഞ നേരത്തേന് അവരൊപ്പം പോയാല് അവര് കടമൊക്കെ വീടി തരുമെങ്കിൽ അതൊക്കെ കടം വീടിയതിനു ശേഷം ഇസ്ലാം മതം സ്വീകരിക്കാം എന്നൊരു വിശ്വാസം മനസ്സിൽ തോന്നിപ്പോയാൽ അവൻ മുർത്തദാകുമോ? അവൻ മുർത്തദായാൽ ഇനി എന്താണ് വേണ്ടത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രലോഭനങ്ങളിലൂടെ വിവരമില്ലാത്ത സാധുക്കളായ മുസ്ലിമീങ്ങളെ മതം മാറ്റാൻ നടക്കുന്ന ഒരുപാട് മിഷണറി പ്രവർത്തകരുണ്ട്. അവരുടെ ഷർറിൽ നിന്നിട്ട് മുസ്ലിം സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദുന്യാവിലെ 2 ലക്ഷം കടം വീട്ടലും അല്ല, ഈ മശ്രിഖ് മഗ്രിബട ഒന്നായിട്ടുള്ള ദുന്യാവ് ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും അള്ളാഹുവിന്റെ അടുക്കലില്ല. ഈ ദുനിയാവിന് വേണ്ടി ദീന് വിൽക്കുക എന്ന് പറയുന്നത് ഉത്തമമായ ഉന്നതമായ പരിശുദ്ധ ദീനിനെ നീചവും നിന്ദ്യവുമായ ദുന്യാവിന് വേണ്ടി വിൽക്കുക എന്ന് പറയുന്ന മഹാ അബദ്ധമാണ്. അത് ഒരു മനുഷ്യൻ തൽക്കാലത്തേക്ക് ഓല കൂട്ടത്ത് കൂടി ആ കാശ് വാങ്ങി പിന്നെ അങ്ങോട്ട് തന്നെ വരാം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരാൾ ഇസ്ലാമിനെ മുറിക്കാൻ കരുതലോട് കൂടി തന്നെ ആള് മുർത്തദ്ദായി പോവും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉടനെ ഷഹാദത്ത് കലിമയും കഫാറത്തിന്റെ കലിമയും ചൊല്ലി, അതായത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇന്നി ബരീഉം മിൻ കുല്ലി ദീനിൻ യുഖാലിഫു ദീനൽ ഇസ്ലാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് കലിമന്റെ പുറമെ ഇന്നി ബരീഉം മിൻ കുല്ലി ദീനിൻ യുഖാലിഫു ദീനൽ ഇസ്ലാം, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വിരുദ്ധമായ എല്ലാ ദീനിൽ നിന്നും ഞാൻ പൂർണ്ണമായും ഒഴിവായവനാവുന്നു എന്നുകൂടി പറയണം. ഇനി കഫാറത്തിന്റെ കലിമാനാ പറയൽ. അങ്ങനെയുള്ള ആഫത്തിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ എന്നും കാത്തുരക്ഷിച്ച് ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? ഒരു ചോദ്യം കൂടി ഉണ്ട് ഉസ്താദെ. ബാങ്ക് കൊടുക്കാൻ നേരം നിസ്കാരം കഴിഞ്ഞാണ്. ഹലോ. പിന്നെ ചോദ്യം എന്താന്ന് പറഞ്ഞാലേ, പിന്നെ ഒരു ഭർത്താവ് ഭാര്യ അവൻ്റെതായ ആവശ്യത്തിന് വാങ്ങി കൊടുത്തില്ല. അങ്ങനെ ഇയാള് ആ നീരസത്തിൽ വേറെ തെറ്റിലേക്ക് പോയാല് അതിന്റെ ശിക്ഷ മുഴുവൻ ഇയാൾ ഏറ്റുവാങ്ങേണ്ടി വരുമോ, അതോ ഭാര്യക്കോ അതിൽ പങ്കുണ്ടായിരിക്കുമോ എന്നാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അത് രണ്ടാൾക്കും രണ്ടും വേറെ വേറെ തെറ്റാ. ഇയാള് തെറ്റായ മാർഗത്തിലേക്ക് പോയതിന്റെ കുറ്റം ഭാര്യക്ക് ഉണ്ടാവില്ല, അത് അയാൾക്ക് തന്നെ. 4 വരെ കെട്ടാൻ അയാൾക്ക് ലൈസൻസ് ഉണ്ടല്ലോ. ആവശ്യത്തിന് ഇവന്റെ ഹലാലായ ആവശ്യത്തിന് അവളോട് താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ രോഗം, ആർത്തവം പോലെയുള്ള എതിറുകൾ ഇല്ലാതെ ഒരു സ്ത്രീ അതിന് വിസമ്മതം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് വൻദോഷങ്ങളിൽപ്പെട്ട ദോഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ മലായികത്തും അവൾ തൗബ ചെയ്ത് മടങ്ങി വരുന്നത് വരെ അവളെ ലാനത്ത് ചെയ്തുകൊണ്ടിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ല, ലാ യഖ്ബലുല്ലാഹു മിന്നാ സർഫൻ വലാ അദല, അവളുടെ അമലുകൾ പോലും അല്ലാഹു തആല ഖബൂലാക്കൂല. അത്രയും അയ്യുമ്രത്തിൻ ബാതത്ത് വസൗജുഹാ അൻഹാ ബാതത്ത് വസൗജുഹാ സാഖിത്തുൻ അലൈഹാ, തന്റെ ആവശ്യത്തിന് ക്ഷണിച്ചിട്ട് ആ നിർവഹിക്കാൻ വിസമ്മതിച്ചുകൊണ്ട് ഒരു രാത്രി ഒരു സ്ത്രീ രാപ്പാർത്താൽ അന്ന് രാവിലെ നേരം പുലരുന്നത് വരെ മാത്രമല്ല, അവൾ തൗബ ചെയ്ത് മടങ്ങി വരുന്നത് വരെ അല്ലാഹുവും മലായികത്തും അവളെ ലാനത്ത് ചെല്ലും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവൾക്ക് അത് തന്നെ മതിയാവും, എമ്പാടും. അത് തന്നെ ഓള് സമ്മതിക്കുന്നില്ല എന്നിട്ട് ഇവൻ ഹറാമായ മാർഗത്തിലേക്ക് പോയതിന് ഓളല്ല കുറ്റക്കാരൻ, അത് ഓൻ തന്നെയാണ് അതിന്റെ കുറ്റക്കാരൻ. കാരണം എന്താ, ഇവന്റെ ഓള് സമ്മതിക്കണില്ലെങ്കിൽ സമ്മതിക്കുന്ന 101 വേറെ കിട്ടാല്ലേ ഹബീബെ. അപ്പൊ ആണ് ഇറങ്ങുക. ജല്ലാരിമാര് ഇങ്ങനെ അതിനായിട്ട് മറ്റേ ഡയറി ആയിട്ട് നടക്കുകയാണേ. ഒരുത്തനെ കാണുക, നമുക്കൊരു പുതിയനെ കിട്ടണ്ടേ, നിങ്ങൾക്ക് ഏത് ജാതിയാണുണ്ടെങ്കിൽ ഞമ്മക്ക് സെക്കൻഡ് ആയാലും പോരാ, ഇല്ല പറഞ്ഞാൽ കേൾക്കണ ജാതിയാണെന്നായിരുന്നു.
നിങ്ങൾക്ക് പൊന്നും പണ്ടൊക്കെ അതൊക്കെ കിട്ടിയാൽ മതി, കാര്യം നടന്നിട്ടിയാൽ മതി. ഹൈക്കോട്ടെ എന്നാ മുന്നോട്ടുണ്ട് അപ്പൊ പൊന്നെ നിക്കാഴ്ച അന്ന് അന്തിക്ക് ഓള വീട്ടിൽ പുതിയാപ്പളായിട്ട് സുഖമായിട്ട് കൂടെ ഇവിടെ പിന്നെ ബൈക്കിൽ വന്ന് നിങ്ങൾക്ക് എപ്പോഴാ വേണ്ടത് അപ്പൊക്കെ ഞാൻ തയ്യാറാന്നാണ് ബേക്കിൽ വരൂലേ. നിങ്ങളത് ചെയ്യൂല എന്നുള്ള ധൈര്യം കൊണ്ടാണ് മറ്റുള്ള ഇങ്ങനെ നിങ്ങളെ കൊരങ്ങേൽപ്പിക്കുന്നത്. ആദ്യം പറയാ ഇങ്ങനെ ഹലാലായ ആവശ്യത്തിന് താല്പര്യം പഠിക്കുമ്പോ അനുസരിക്കുന്നില്ലെങ്കിൽ എനക്ക് പോവും, ഇത് മനസ്സിലാക്കിയാ മതി. ഞാനപ്പം പോയാണ്ട് വേറെ ഒന്ന് പോയി കൊട്ടും, എന്റെ കാര്യം നടക്കും എന്ന് പറയാ. അപ്പോ ഓള് തയ്യാറാകുന്നില്ലെങ്കിൽ, അല്ലാതെ ഇപ്പൊ ഓള് സമ്മതിക്കുന്നില്ല എന്നിട്ട് ഹറാമക്ക് പോയാലോ ഓന് ഓള് ഉത്തരവാദിയല്ല. ഓള് ചെയ്ത തെറ്റിന് ഉത്തരവാദിയായിരിക്കും, ഇവൻ ചെയ്തതിന്റെ ഉത്തരവാദി ഇവൻ തന്നെയായിരിക്കും. കാരണം എന്താ, ഇവന്റെ മുന്നിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്, വേറൊന്ന് കെട്ടിയിട്ട് ഹലാലായ നിലക്കിന് ഉപയോഗിക്കാന്നുള്ളതുണ്ടല്ലോ, അത് ഉപയോഗിക്കാതൊക്കെയല്ലേ. സ്ത്രീ പീഡനമൊന്നും വരൂല. പീഡനം ചെയ്യാതെ തന്നെ എന്ത് ചെയ്താൽ മതി, രണ്ടാം ഘട്ടല്ലേ. രണ്ടാം ഘട്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, നമ്മക്കൊന്നും ഒരു ബുദ്ധിമുട്ടും വരൂല. ആ പോലെ ഒരു ചോദ്യം കൂടി, ഇതൊക്കെ പാട് വന്ന് കിടക്കുന്ന അവിടെ ഞാൻ നിസ്കരിച്ചപ്പോൾ ഒരുപാട് വന്ന് കിടക്കേണ്ട അവിടെ, അതൊക്കെ ചോദിക്കേണ്ടതും തന്നെയാണ്, നമ്മളെ ചോദ്യമല്ല. പിന്നെ ഒരു ചോദ്യം, കുട്ടികൾക്ക് അക്കീഖത്ത് അറക്കുമ്പോൾ സമമാക്കണം എന്നുണ്ടോ? മൂത്ത കുട്ടിക്ക് വലിയതായിരുന്നു അറുത്തത് എങ്കിൽ രണ്ടാമത്തെ കുട്ടിക്ക് അറുക്കുന്നത് ചെറുതായാൽ കുഴപ്പമുണ്ടോ? ഇതാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. സാമ്പത്തികമായ സ്ഥിതി അനുസരിച്ച് ഒരുപോലത്തെ സാമ്പത്തിക അവസ്ഥയാണെങ്കിൽ തുല്യമാക്കുന്നത് സുന്നത്താണ്. അതേസമയത്ത് സാമ്പത്തികമായി പരാധീനത ഉള്ളത് കൊണ്ടാണ്, മുമ്പത്തെ അത്ര സാമ്പത്തികമായ ശേഷി ഇപ്പൊ ഇല്ല, കുറച്ച് ക്ഷീണമുള്ള സമയമാണ്. അന്നൊരു പോത്തറത്തണമെങ്കിലും ഇന്നൊരു ആടറക്കാനേ കഴിയൂ, എങ്കിലും കൊണ്ട് കുഴപ്പമില്ല, അവിടെ അനീതി എന്നത് വരുന്നില്ല. അതേസമയത്ത് സാമ്പത്തികമായി ഒരേ സ്ഥിതിയാണ്, അന്ന് പോത്തറത്ത ആൾക്ക് ഇപ്പോഴും പോത്തറക്കാൻ കഴിയുന്ന സാമ്പത്തിക സ്ഥിതി ഉണ്ട് എങ്കിൽ തുല്യമാക്കൽ സുന്നത്താണ്. എന്നാലും വുജൂബൊന്നുമില്ല, സുന്നത്താണ്. നേരത്തെ തഹ്കീമിനെ പറ്റി ചോദിച്ചാണെന്ന്, അങ്ങനെ കർണാടകയിൽ ചില സ്ഥലങ്ങളുണ്ട് ഉസ്താദ്, ഖാദിനെ സ്വീകരിക്കാത്ത, ഖാദി ഇല്ലാത്ത ചില മഹല്ലുകളുണ്ട്. ഇവിടെ എന്റെ ചോദ്യം, അയാള് നിക്കാഹ് ചെയ്ത ആള് മഹ്കമത്തി എന്ന് പറഞ്ഞിട്ടാണ് നിക്കാഹ് ചെയ്തു കൊടുത്തത്, ആ നിക്കാഹ് സ്വഹീഹാകുമോ? രണ്ടാമത്തത്, അയാളുടെ വാപ്പ, ആ പെണ്ണിന്റെ വാപ്പ ഉണ്ട് എന്ന് അറിയപ്പെടുകയോ അല്ലെങ്കിൽ ആ സദസ്സിൽ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം പ്രത്യക്ഷപ്പെടുകയോ ചെയ്താൽ അവിടെ ചെയ്ത നിക്കാഹ് ഫസാദാകുമോ എന്നാണ് ഉസ്താദ്. അസ്സലാമു അലൈക്കും. മഹ്കമത്തി എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ സഹിയാവും. അങ്ങനെ തഹ്കീമ് ചെയ്ത് നിയമപ്രകാരം നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആ പിതാവ് പ്രത്യക്ഷപ്പെട്ടാൽ തന്നെ ആ നിക്കാഹിന് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് ഖാദി നിർബന്ധമാണ്, അല്ലെങ്കിൽ നാട്ടുകാർ മുഴുവനും കുറ്റക്കാരാവും. ഖാദി നിശ്ചയിക്കൽ നിർബന്ധമാണ്, ഇല്ലെങ്കിൽ നാട്ടുകാർ മുഴുവനും കുറ്റക്കാരാവും. കാരണം ഇത്തരം ഫർള് കിഫായിയായ ചില കാര്യങ്ങൾ നിർവഹിക്കാൻ ഒരു ഖാദി ഒരു മഹല്ലത്തിൽ ആവശ്യമാണ്. അതിൽ ഇപ്പൊ യഥാർത്ഥ ഖാദി അല്ലെങ്കിൽ വെറൂറത്തിന്റെ ഖാദിയാണല്ലോ, ആ വെറൂറത്തിന്റെ ഖാദി എങ്കിലും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നാട്ടുകാർ മുഴുവനും അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരാവും. നാട്ടുകാരാണ് മുസ്ലിമീങ്ങൾ, അത് വേണം. ഏതായാലും തഹ്കീമ് പറ്റും, ഖാദില്ലാതെ നിയമപരമായ ഖാദി ഇല്ലാതിരിക്കുന്ന സമയത്ത് തഹ്കീമ് പറ്റും. അവിടെ മൗലിയത്തി എന്ന് പറയുന്നിടത്ത് മുഹക്കമത്തി എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. എന്നെ തഹ്കീമാക്കിയ ആൾ മുഹക്കിമത്തി, അത് കുഴപ്പമൊന്നുമില്ല. എന്നെ അധികാരപ്പെടുത്തിയ ആളെന്ന് ഇപ്പൊ പറഞ്ഞതിന്റെ ഉദ്ദേശമുള്ളൂ. അതുകൊണ്ടൊക്കെ നിക്കാഹ് ചെയ്യും. പക്ഷെ പിന്നെ നിക്കാഹ് കഴിയുമ്പോൾ ഇങ്ങനെ തഹ്കീമ് ചെയ്ത് നിക്കാഹ് കഴിക്കാൻ കാരണം പിതാവ് എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ടും അദ്ദേഹത്തെ ബന്ധപ്പെട്ട് നിക്കാഹ് നടത്താൻ സാധിക്കാത്തത് കൊണ്ടും തഹ്കീമ് ചെയ്ത് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം പിതാവ് വന്നാൽ ആ നിക്കാഹിനെ അത് ബാധിക്കുന്നതല്ല. ഇനി രണ്ടാമത് വേറെ നിക്കാഹ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുമ്പുള്ള ആളുടെ ശബ്ദമൊന്നും കേട്ടിട്ടില്ല, അതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ഉസ്താദ്, നേരത്തെ ആണുങ്ങളെ കുറിച്ച് പറഞ്ഞു, സ്ത്രീകൾ വിലങ്ങിക്കഴിഞ്ഞാല് അവർക്ക് മറ്റ് ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. ഇതുപോലെ ഒരുപാട് കാലം സ്ത്രീകൾക്ക് ഇപ്പം പുരുഷന്മാരെക്കാളും വികാരം കൂടുതലുള്ളത് സ്ത്രീകളാണെന്നാണ്
അറിവ്. അപ്പോ ആ നിലയ്ക്ക് സ്ത്രീകൾക്ക് ഒരുപാട് കാര്യം ഇവൻ വിലങ്ങുകയാണെങ്കിൽ, ഇവൻ അവൾക്ക് വേണ്ട ശാരീരികമായ ഇത് ചെയ്തു കൊടുക്കാതെ വിലങ്ങുകയാണെങ്കിൽ അവിടെ എന്താണ് ഒരു നിവൃത്തിയുള്ളത്? അതൊന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പെട്ടെന്ന് എടുത്ത് ചാടി പോകാൻ കഴിയില്ലല്ലോ. ഞാൻ പറയാൻ കഴിക്കാന്ന് പറഞ്ഞ് പോകാൻ പറ്റൂലല്ലോ. സൗണ്ട് കേൾക്കുന്നില്ലേ? അപ്പൊ അവിടെ പെട്ടെന്ന് ഫസ്ക് ചെയ്യാന്നുള്ളതും നടക്കുന്ന കാര്യമില്ല. അപ്പൊ അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നും പറയാം. മറ്റേ ഞാൻ പ്രധാനമായിട്ട് ചോദിക്കാൻ ഉദ്ദേശിച്ച വിഷയം, പിന്നെ വഹാബികൾ അഥവാ പിന്നെ അള്ളാഹുവിന് കയ്യും കാലും ഉണ്ട് എന്ന് പറയുന്ന ആ നിലക്ക് വിശ്വസിക്കുന്ന വഹാബികളെ കുറിച്ച് അല്ലെങ്കിൽ വിദഗ്ധകാരെ കുറിച്ച് നമുക്ക് കാഫർ എന്ന് വിധിക്കാൻ പറ്റുമോ? അതും കൂടി ഒന്ന് വിശദീകരിച്ചു തന്നാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പെണ്ണിന് അങ്ങനത്തെ സാഹചര്യത്തിൽ ഭർത്താവിനെ നിർബന്ധിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു പക്ഷേ തൊലാഖ് ചൊല്ലിത്തരാൻ ആവശ്യപ്പെടാം. അതിന് പറ്റുന്നില്ലെങ്കിൽ അവന്റെ മഹർ തിരിച്ചു കൊടുത്തുകൊണ്ട് ഖുൽഅ ചെയ്യാൻ ആവശ്യപ്പെടാം. ഈ രണ്ടു വഴിയേ അവരുടെ മുന്നിൽ ഉള്ളൂ. ഫസ്ഖ് ചെയ്യാനായിട്ട് ഒപ്പില്ല. ഫസ്ഖ് ചെയ്യാൻ ഒപ്പ് അവനതിന് കഴിവില്ല എന്ന് സ്ഥിരപ്പെട്ടെങ്കിലേ ഉള്ളൂ. അവനത് ചെയ്യുന്നില്ല എന്നാണ് ഈ സത്യം ചെയ്തിട്ടാണെങ്കിൽ ഒരു കാര്യമുണ്ട്. അതിന് പറയാ സത്യം ചെയ്താൽ അങ്ങനെ അവളുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കില്ല എന്ന് സത്യം ചെയ്യുന്നതിന് ഈലായി എന്നാ പറയാം. ഈലായി ചെയ്താല് 4 മാസത്തിന്റെ ഉള്ളിൽ രണ്ടാളൊന്ന് ചെയ്യണം എന്നാ നിയമം. അതായത് 4 മാസത്തിന്റെ തികയുന്നതിന് മുമ്പ് ഇവൻ ഈ സത്യത്തിൽ നിന്ന് പിന്മാറി അതിനു വേണ്ട കഫാറത്ത് ചെയ്ത് അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക. അതല്ലെങ്കിൽ അവൾ തൊലാഖ് ചൊല്ലിക്കൊടുക്കുക. ഇത് രണ്ടും അവൾ ചെയ്യുന്നില്ലെങ്കിൽ, അവൻ ചെയ്യുന്നില്ലെങ്കിൽ 4 മാസം കഴിഞ്ഞാൽ പിന്നീട് ഖാദിയെ സമീപിച്ച് ഒരുപക്ഷെ ഖാദി തലാഖ് ചെയ്തു കൊടുക്കുകയോ അതല്ലെങ്കിൽ ഖാദിയുടെ അനുവാദത്തോടു കൂടി ഇവൾക്ക് അവനെ തലാഖ് ചൊല്ലുകയോ ചെയ്യാൻ ഒപ്പുണ്ട്. അത് പക്ഷേ ഇവൾ ആവശ്യപ്പെട്ടിട്ടും അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടില്ല എന്ന് സത്യം ചെയ്യുമ്പോഴാണ് ഈല ആകുക. പിന്നെ വഹാബി അല്ലാഹു തആലക്ക് കയ്യും കാലും ഉണ്ട്, ശരീരമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് വ്യാഖ്യാനത്തോട് കൂടിയായതുകൊണ്ട് കാഫറാണെന്ന് ഫത്വ ചെയ്യാൻ പറ്റൂല. വ്യാഖ്യാനമില്ലാതെ അഥവാ നമ്മളെ ശരീരം പടപ്പുള്ള ശരീരം പോലെ ശരീരമുണ്ട്, പടപ്പുള്ള അവയവങ്ങളെ പോലെ അവയവമുണ്ട് എന്ന് വിശ്വസിച്ചാൽ പിന്നെ അവിടെ വ്യാഖ്യാനമില്ലാത്ത കുഫ്രിയത്താണ്, കാഫറാവും. അതേ സമയത്ത് കൈയുണ്ട് കാലുണ്ട് പക്ഷേ സൃഷ്ടികളുടെ കൈയും കാലും പോലെയല്ല, ശരീരമുണ്ട് സൃഷ്ടികളുടെ ശരീരം പോലെയല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് കുഫ്രിയത്തിന്റെ വാദമാണെങ്കിൽ പോലും കാഫറാണെന്ന് ഫത്വ ചെയ്യാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് അതിന് ബിദ്അത്ത് എന്ന് തന്നെ പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള വഹാബികൾ അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് കുഫ്രിയത്തുനിന്ന് ഒഴിവാകുന്നില്ല, പക്ഷേ കാഫറാണെന്ന് ഫത്വ ചെയ്യാൻ പറ്റൂല. അത് രണ്ടും രണ്ടാണ്. കാരണം അവര് അല്ലാഹു തആലക്ക് ശരീരമുണ്ട് അല്ലെങ്കിൽ അല്ലാഹു തആലക്ക് അവയവങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പടപ്പുകളുടെ ശരീരം പോലെയോ പടപ്പുകളുടെ അവയവം പോലെയോ അല്ല എന്നാണ് പറയാ. അങ്ങനെയൊന്നും പിന്നെ ഉണ്ടാവില്ല, അത് വേറെ വിഷയം. എങ്കിൽ പോലും നമുക്ക് കുഫ്രിയത്ത് കൊണ്ട് ഫത്വ ചെയ്യാൻ നിവർത്തിയില്ല. ഇനി സമയമില്ലട്ടോ, ഈ ആളുകൾ ഇതുവരെ എവിടെയോ പോയി കുത്തിരുന്നിട്ട് ഇപ്പം ബാങ്ക് കൊടുക്കാൻ സമയമാകുമ്പോൾ എല്ലാവരും കൂടി കൈ പൊക്കിയിട്ട് ഇനിയിപ്പോ സമയമില്ല. ഒറ്റ ചോദ്യം കൂടി ചോദിക്കാൻ ചുരുങ്ങിയത്, അത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒറ്റൊന്ന് ചെറുതായിട്ടൊന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കാൻ സമയം അധികരിച്ചത് കൊണ്ട് നിർത്തുക. ഒരു ചോദ്യം വന്നത്, ഉസ്താദേ, എന്റെ ഉപ്പാക്ക് ഹജ്ജ് സംബന്ധമായി വലിയ ഒരു തുക കടം വന്നു, പെട്ടെന്ന് വീട് കിട്ടാൻ എന്തെങ്കിലും പരിഹാരം ഉസ്താദ് പറഞ്ഞു തരുമോ? പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഇതാണ് വന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, എനിക്കൊരു സംശയം എന്താ വെച്ചാല്, ഒരാണും ഒരു പെണ്ണും പരസ്പരം നഷ്ടപ്പെട്ടു. പക്ഷെ അവർ കുഫ് തന്നെയാണ്. ചെറുക്കൻ കുറച്ച് സാമ്പത്തികമായി കുറച്ച് താഴ്ന്നേന്നുള്ളൂ. പക്ഷെ എന്നാലും പെണ്ണിന് കുഴപ്പമില്ല. കുഫ് ഇസ്ലാമിൽ അങ്ങനെ സാമ്പത്തികം നോക്കലില്ലല്ലോ. എന്നിട്ട് അവർ നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അറൂറത്തിന്റെ കാളി എന്ന് പറഞ്ഞ് മറ്റടുത്ത മഹല്ലിലെ ഒരു ഉസ്താദിനെ വിളിച്ച് ഇവർ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പിന്നൊരു സംശയം, ഫേസ്ബുക്കിലൊക്കെ കൂടുതൽ കാണുന്നുണ്ട്, റജബ് മാസം പിറന്നത് ആർക്കെങ്കിലും അറിയിച്ചു കൊടുത്താൽ നരകം നമുക്ക് ഹറാമാണ്. അതിന്റെ ഹദീസ് വല്ലതുണ്ടോ എന്നുള്ളതാണ് ചോദിക്കാൻ. റജബ് മാസം സംബന്ധിച്ച് വിശദമായ ഒരു ക്ലാസ്
ബഹുമാനപ്പെട്ട KKM സയദി ഉസ്താദ് 15-ാം തീയതി എടുക്കുന്നുണ്ട്. അതവിടെ അതിന്റെ വിശദമായ വിവരണങ്ങൾ ഉണ്ടാവും. ഇന്നിപ്പോ 13-ാം തീയതി ആയില്ലേ? ഇന്ന് 13-ാം തീയതി, നാളെ 14, മറ്റന്നാള് 15-ാം തീയതി ബഹുമാനപ്പെട്ട KKM സയദി ഉസ്താദിന്റെ ക്ലാസ് ഉണ്ട്. അതിൽ വെച്ച് അതിന്റെ വിശദമായ വിവരങ്ങൾ കേൾക്കുക. ഞാൻ അങ്ങനെ ഒരു ഹദീസ് കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കതറിയില്ല. അതിനെപ്പറ്റി വിശദമായി ഇൻഷാ അല്ലാഹ് KKM സയദി ഉസ്താദിന്റെ ക്ലാസ്സിൽ നിന്നിട്ട് പഠിക്കാം. പിന്നെ ഷാഫി മദ്ഹബ് അനുസരിച്ച് രക്ഷിതാവ് നിലനിൽക്കെ കാവിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അധികാരമില്ല. രക്ഷിതാവ് സ്ഥലത്തുണ്ട്, അയാൾക്ക് മാനസിക രോഗം പോലെയുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ അകന്ന ബന്ധുക്കൾ, അതൊന്നുമില്ല, അയാൾക്ക് വരാൻ പറ്റാതെ അയാൾ ജയിലിൽ കുടുങ്ങിയിട്ട് ആള് പുറത്തിറങ്ങാൻ കഴിയൂല, പരോള് കിട്ടൂല, അങ്ങനത്തെ സാഹചര്യമാണെങ്കിൽ കാവ്യ ആട്ടിക്കുക. അല്ലെങ്കിൽ ആള് നാട്ടിലില്ല, 2 മർഹലയോ അതിൽ കൂടുതൽ ദൂരത്തോ ആണ് ഉള്ളത് എങ്കിൽ അവിടെ പറഞ്ഞേക്ക് കാവ്യ കെട്ടിക്കും. ഇത് അതൊന്നുമല്ല, രക്ഷിതാവ് അതിന് സമ്മതിക്കുന്നില്ല, ആള് കുഫോത്തൊക്കെ ആളൊക്കെ തന്നെയാണ്, സാമ്പത്തികമായ ശേഷി കുറവേ ഉള്ളൂ എങ്കിൽ നെറൂറത്തിന്റെ കാവ്യ എന്നുള്ള ആൾക്ക് മറ്റു മാനയുടെ കാവ്യത പറ്റൂല. പിന്നെ മദ്ഹബ് മാറിയിട്ട് അങ്ങനെയൊക്കെ ഒപ്പുണ്ട്. ഇത് ഹനഫി മദ്ഹബുകാർക്ക് പ്രായപൂർത്തിയെത്തിയ പെണ്ണും പ്രായപൂർത്തിയെത്തിയ ചെക്കനോ ആണെങ്കിൽ, കുഫുവത്തവരാണെങ്കിൽ ആ പെണ്ണിൻ ഈ കാളിയെ സമീപിച്ചിട്ട് കാളിയോട് ആവശ്യപ്പെട്ടാൽ കാളിക്ക് ഈ ചെക്കനോട് നിക്കാഹ് കൊടുക്കാൻ ഒപ്പുണ്ട്. അല്ലാതെ ഷാഫി മദ്ഹബ് അനുസരിച്ച് അങ്ങനെ ഒപ്പുള്ളതായിട്ട് അറിവില്ല. ഏതായാലും സമയം പങ്കൊടുക്കാനായി, അതുകൊണ്ട് ഇനി നീട്ടാൻ നിവൃത്തിയില്ല, തൽക്കാലം നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് റജബുമായി ബന്ധപ്പെട്ട ഒരു നല്ല ക്ലാസ് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയദി ഉസ്താദ് 15-ാം തീയതി ക്ലാസ് എടുക്കുന്നുണ്ട്. അന്ന് അത് സംബന്ധമായ വിവരങ്ങളൊക്കെ വിശദമായി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് ഇത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് സാധാരണ നടന്നു വരുന്ന ഖുർആൻ തഫ്സീർ ക്ലാസും ബഹുമാനപ്പെട്ട സയ്യിദ് ഉസ്താദിന്റെ ഉണ്ടാവും. അല്ലാഹു തആല ഒക്കെ ഖബൂലാക്കുമാറാകട്ടെ. അർഹമർ റഹീമായ റബ്ബ് നമുക്കൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അവന്റെ അടിയാറുകളിൽ ഉൾപ്പെടുത്തി കബൂലാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങൾ അറിവില്ലാത്തവരാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ കുറവുകളും വീഴ്ചകളും പോരായ്മകളും നീ പരിഹരിച്ച് നിന്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ എളിയവരായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നടപടികളും സ്വഭാവങ്ങളും ഒക്കെ നീ ഇഷ്ടപ്പെട്ട നിലക്കാക്കി തരണേ അല്ലാഹ്. നീ വെറുത്തതും വിരോധിച്ചതുമായ മാർഗത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. നല്ലത് ചെയ്യാനും നല്ലത് പറയാനും നല്ലവരോടൊപ്പം ഒരുമിച്ച് കൂടി ജീവിക്കാനും ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളുടെ എല്ലാ ദുന്യവിയും ഉഖറവിയുമായ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ റബ്ബേ. എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു തരണേ അല്ലാഹ്. പലതരത്തിലുള്ള രോഗങ്ങൾ, ഞങ്ങളെ പ്രിയപ്പെട്ട അബൂമിഷലിന്റെ ഉമ്മ രോഗിയാണ്, അതുപോലെ പലരും രോഗികളുണ്ട്, അവർക്കൊക്കെ നീ പൂർണ്ണമായ ശിഫയും ആഫിയത്തും നൽകണേ റഹ്മാനെ. റബ്ബേ, ഖൈറായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി തരണേ പടച്ചവനെ. കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ കടം വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, നീ ദുന്യാവിലും ആഖിറത്തിലും കടം കൊണ്ട് ഞങ്ങളെ നീ വിഷമത്തിലാക്കല്ലേ അല്ലാഹ്. നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും കടത്തെ തൊട്ട് കാവല് തേടിയതാണ്. റബ്ബേ, നീ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. കടങ്ങൾ വീട്ടാനുള്ള വഴി നീ ഹലാലായ നിലക്ക് എളുപ്പമാക്കി തരണേ റഹ്മാനെ. റബ്ബേ, മാറാവ്യാധി രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റബ്ബേ. പലരും പലതരത്തിലുള്ള രോഗങ്ങളിൽ വിഷമിക്കുന്നവരുണ്ട്, നീ ശിഫ എളുപ്പമാക്കണേ റഹ്മാനെ. പടച്ചവനെ, ആക്സിഡന്റിലും അപകടങ്ങളിലും പെട്ട് ആശുപത്രിയിൽ കിടക്കുന്ന പലരുമുണ്ട്, അവർക്കൊക്കെയും നീ ശിഫ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. ഓപ്പറേഷൻ ചെയ്തവരും ഓപ്പറേഷൻ ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടവരുണ്ട്, ഒക്കെയും നീ സഹിലാക്കണേ റഹ്മാനെ. പടച്ചവനെ, ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ജോലി സംബന്ധമായ രേഖകൾ ശരിപ്പെടുത്തേണ്ടവരുണ്ട്. അതിനൊക്കെയുള്ള എല്ലാ തടസ്സങ്ങളും നീക്കി നീ എല്ലാം ഹൈറായ നിലക്ക് റാഹത്തായ നിലക്ക് എല്ലാം സലോമത്താക്കി
സന്തോഷമാക്കി കൊടുക്കണേ അല്ലാ. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ ഖൈറും ബറക്കത്തും സബാത്തും നൽകണേ അല്ലാ. കച്ചവടക്കാരുടെ കച്ചവടത്തിലും മറ്റും നീ ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകണേ റഹ്മാനെ. പടച്ചവനെ, മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാ. ഗർഭിണികളായ ഞങ്ങളുടെ ഭാര്യമാര്, സഹോദരിമാര്, മക്കള്, അവർക്കൊക്കെ നീ സുഖപ്രസവം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ അടിയുറപ്പിച്ചു നിർത്തി അവർക്ക് ദീനും ദുന്യവിയുമായ ഇൽമുകളെ കൊണ്ട് അവരെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. അവരുടെ പഠനത്തിലും പരീക്ഷയിലും ഉന്നത വിജയം നീ നൽകണേ അല്ലാ. പ്രായമെത്തിയ ഞങ്ങളെ മക്കൾക്ക് അനുയോജ്യരായ ഇണകളെ നീ നൽകണേ റഹ്മാനെ. പടച്ചവനെ, സാധുക്കളായ ഞങ്ങൾക്ക് എന്തൊക്കെയാണ് ഖൈറെന്ന് നിനക്കേ അറിയൂ. ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ ഖൈറും ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണേ തമ്പുരാനെ. ദുനിയാവിലും ആഖിറത്തിലുള്ള എല്ലാ ശർറിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അർഹമുർ റഹീമായ നാഥാ, മരണം വരെ നിന്റെ മുന്നിൽ നിന്ന് നിസ്കരിക്കാനും സുജൂദ് ചെയ്യാനുമുള്ള തൗഫീഖും ആഫിയത്തും ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ തമ്പുരാനെ. ആഫിയത്ത് എടുത്തു കളഞ്ഞ് ഞങ്ങളെ നോക്കുന്നവർക്കൊരു ബാധ്യതയാക്കി ഞങ്ങളെ നീ കിടത്തല്ലേ അല്ലാ. പെട്ടെന്നുള്ള മരണം കൊണ്ട് ഞങ്ങളെ നീ പിടികൂടല്ലേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾ എന്നിട്ട് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ ആഖിറം നീ സന്തോഷമാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെയൊക്കെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ദറജകൾ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് മരണം ഖൈറാവുന്ന സമയത്ത്, നല്ല സ്ഥലത്ത്, നല്ല സമയത്ത്, നല്ല ആളുകളുടെ സാന്നിധ്യത്തിൽ അക്കടപാടുകൾ വീട്ടി വസിയത്ത് പറഞ്ഞ് തൗബ ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് ഹുസ്നുൽ ഖാതിമത്തിന്റെ മൗത്ത് തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഖബർ ജീവിതം നീ സന്തോഷമാക്കണേ റഹ്മാനെ. മഹ്ശറിൽ നിന്റെ അർശിനെ തണലേകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണേ റബ്ബേ തമ്പുരാനെ. നിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നിന്റെ ഹബീബിന്റെ ചാരത്താണ് ഞാൻ ഷർഫാക്കപ്പെട്ട തിർക്കയിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ ഞങ്ങൾക്ക് നീ അനുഗ്രഹം ചെയ്യണേ അല്ലാ. പടച്ചവനെ, അവിടുത്തെ ഷഫാഅത്ത് കൊണ്ട് വിജയികളാവുന്ന ഭാഗ്യവാന്മാരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ കോപത്തിന്റെ വീടാവുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ എത്തിക്കരണേ റഹ്മാനെ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളോടുകൂടി ഒരുമിച്ച് കൂടി നിന്റെ ലിഖാ കണ്ട് ആനന്ദിക്കാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. അതുപോലെ ഞങ്ങളെ മാതാപിതാക്കൾ, അമ്മോശന്മാര്, അമ്മായിമ്മമാര്, ഭാര്യ, മക്കള്, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ശരീക്കന്മാര്, ഭക്ഷണം തന്നവർ, വസ്ത്രം തരുന്നവർ, മറ്റ് സഹായസഹകരണങ്ങളും ഒത്താശയും ചെയ്തെന്നവർ, ഞങ്ങളോട് ദ്വാവസിയത്ത് ചെയ്തവർ, ഞങ്ങൾ ദ്വാവസിയത്ത് ഏറ്റെടുത്ത, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങൾ സ്നേഹിക്കുന്ന എല്ലാ മുഅ്മിനും മുഅ്മിനാത്തുകളെയും ഈ കൂട്ടത്തിൽ നീ പെടുത്തണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും എല്ലാ ഹൈറായ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ തമ്പുരാനെ. ദുനിയാവും ആഖിറവും നീ ഖൈറിലാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء المرسلين والحمد لله رب العالمين. وصيتنا السلام عليكم ورحمة الله وبركاته. عليكم السلام ورحمة الله وبركاته. بسم الله الرحمن الرحيم.